വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് നമ്മൾക്കേവർക്കും പ്രിയങ്കരനായിരുന്ന നമ്മളിടയിൽ നമ്മെ ചേർത്ത് പിടിച്ച് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു നല്ല മനുഷ്യനെ പി ഉസ്മാൻ മാസ്റ്ററെ അനുസ്മരിക്കുകയാണ്. ഉസ്മാൻ മാസ്റ്റർ കുട്ടികൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നതുകൊണ്ട്, ഒരുപാട് കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് നയിച്ച ഒരധ്യാപകനായിരുന്നതുകൊണ്ട്, ഒരു പൊതുപ്രവർത്തകനായിരുന്നതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ വർഷവും ബാലസാഹിത്യ ആ വർഷം പ്രസിദ്ധപ്പെടുത്തിയ മികച്ച കൃതി, അയച്ചു കിട്ടുന്ന മികച്ച കൃതികളിൽ നിന്നും ഒരു ബാലസാഹിത്യ പുരസ്കാരം നൽകുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളായി വളരെ നല്ല രീതിയിൽ നമുക്കിത് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷവും നമ്മൾ മഴയും പ്രളയവും കാലം അല്പം വൈകിയാണെങ്കിലും ഈ പരിപാടി ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ വർഷം നമുക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ശ്രീകലാമേനോനാണ്. ശ്രീകലാമേനോനെ നിങ്ങൾക്ക് വലിയ പരിചയമുണ്ടാവില്ല, എന്നാലും അറിയപ്പെടുന്ന മലയാളത്തിൽ എഴുതി തുടങ്ങിയ നല്ലൊരു എഴുത്തുകാരിയാണ്. കഥകളാണ് അവരുടെ പ്രധാന മേഖല. ആദ്യമായി എഴുതിയ ബാലസാഹിത്യ നോവലാണ് ഹൂപ്പോയ്ക്കാണ് ഈ വർഷത്തെ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബാലസാഹിത്യ പുരസ്കാരവും പി ഉസ്മാൻ മാസ്റ്റർ അനുസ്മരണവും സംഘടിപ്പിക്കുന്നത് ഗ്രാമീണ ഗ്രന്ഥാലയവും പി ഉസ്മാൻ മാസ്റ്റർ ഫൗണ്ടേഷനും സംയുക്തമായാണ്. ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം അരുളുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അതൊരു സാഹസമൊക്കെ ചേർന്നപ്പോൾ നമ്മളതിൻ്റെ ഉദ്ഘാടകനായിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ അവാർഡ് നൽകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരാളായിരിക്കണം എന്ന് നമുക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോഴാണ് എഴുത്തുകാരനും സഹൃദയനും അതുപോലെ തന്നെ അതിലൊക്കെ ഉപരി നമ്മുടെ കൊടുവള്ളിയുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധിയുമായ ഡോക്ടർ MK മുനീറിനെ നമ്മൾ ആലോചിക്കുന്നത്. മുനീർ സാഹിബിനെ വിളിച്ചു, അദ്ദേഹം അത് ഏൽക്കുകയും ചെയ്തു. ഏതായാലും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനേറ്റ, ഈ അവാർഡ് നൽകാൻ എത്തിച്ചേർന്ന ആദരണീയായ ബഹുമാനപ്പെട്ട MLA ഞാൻ ഈ നാടിനു വേണ്ടി, എഴുത്തിൽ ഗ്രാമീണ ഗ്രന്ഥാലയത്തിന് വേണ്ടി, പി ഉസ്മാൻ മാസ്റ്റർ ഫൗണ്ടേഷന് വേണ്ടി സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ വിശിഷ്ടാതിഥികളായിട്ട് ഒരുപാട് പേരെത്തിയിട്ടുണ്ട്. ബഹുമാനിയായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സാജിദത്ത്, നമ്മുടെ വായനശാലയുടെ ഏതൊരു കാര്യം പറഞ്ഞാലും ആ കാര്യങ്ങളോട് വളരെ നല്ല പ്രതികരണമാണ് കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചു വരാറുള്ളത്. കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ ബിൽഡിങ്ങിലാണ് നമ്മുടെ വായനശാല ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ ആരാധ്യയായ അധ്യക്ഷ സായിദത്തിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ നമ്മുടെ മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന് നമ്മൾ വിളിച്ചിരുന്നത് ഡോക്ടർ സോമൻ കടലൂരായിരുന്നു. കടലൂർ ചില തിരക്കുകൾ കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തും പ്രമുഖ നാടകൃത്തും എഴുത്തുകാരനുമൊക്കെയായ ചന്ദ്രശേഖരൻ തിക്കോടിയെ അദ്ദേഹം ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ചന്ദ്രശേഖരൻ തിക്കോടി നിങ്ങൾ കേട്ടിരിക്കും. അദ്ദേഹത്തെ ഈ നാടിനു വേണ്ടി, ഗ്രാമീണ ഗ്രന്ഥാലയത്തിന് വേണ്ടി, നമ്മുടെ ഉസ്മാൻ മാസ്റ്റർ ഫൗണ്ടേഷന് വേണ്ടി ഈ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി എത്തിച്ചേർന്ന അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ തീർത്താൽ തീരാത്ത കടപ്പാടുള്ളത് ഇതിൻ്റെ ജഡ്ജിങ് കമ്മിറ്റി അംഗങ്ങളാണ്. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് ഈ പുസ്തകങ്ങൾ വിലയിരുത്തി പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു പ്രതിഫലവും പറ്റിയല്ല അവരൊന്നും ജോലി ചെയ്യുന്നത്. AP കുഞ്ഞാമു അദ്ദേഹവും അതുപോലെ തന്നെ PP ശ്രീധരനുണ്ണി ചെറുനീട്ടൻ എത്തിയില്ല, കാനേഷ് പൂനൂർ, ഈ 3 പേരെയും ഉസ്മാൻ മാസ്റ്റർ ഫൗണ്ടേഷന് വേണ്ടിയും അതുപോലെ തന്നെ വായനശാലയ്ക്ക് വേണ്ടിയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. വാർഡ് മെമ്പറായിരിക്കുന്ന മുഹമ്മദ് അലിക്ക വരാമെന്ന് ഏറ്റിട്ടുണ്ട്. മുഹമ്മദ് അലിയെ ഈ സദസ്സിലേക്ക്, വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ റസീന പൂക്കോട്, വായനശാലയുടെ ഗ്രന്ഥശാല സംഘത്തിൻ്റെ താമരശ്ശേരി താലൂക്കിൻ്റെ സാരഥിയായ P സുധാകരൻ തുടങ്ങി എല്ലാവരെയും, അതുപോലെ തന്നെ വായനശാലയുടെ മുൻ പ്രസിഡന്റ് PP മരക്കാർ മാസ്റ്റർ, ഉസ്മാൻ മാസ്റ്റർ ഫൗണ്ടേഷൻ്റെ അംഗങ്ങൾ, അതുപോലെ തന്നെ ഉസ്മാൻ മാസ്റ്ററുടെ കുടുംബാംഗങ്ങൾ, നാട്ടുകാർ,
പ്രിയപ്പെട്ട കുട്ടികൾ, അതിലൊക്കെ ഉപരിയായിട്ട് ശ്രീകല മേനോൻ പാലക്കാട് നിന്ന് നമ്മുടെ കോഴിക്കോട് ഡിസ്ട്രിക്ട് എംപ്ലോയ്മെൻറ്റ് ഓഫീസറാണ്. ജോലിയൊക്കെ ഉംബ്ലിഫായി ജോലി ചെയ്യുകയാണ്, ജോലി തിരക്കുള്ള ഒരാളാണ്. അതിനിടയിലും നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ശ്രീകല മേനോൻ്റെ അനിയത്തിയും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ വേണ്ടിയിട്ട് ഈ ജഡ്ജിങ് കമ്മിറ്റി പാനൽ അംഗം കൂടിയായ നമുക്ക് പ്രിയങ്കരനായ നമ്മുടെ നാട്ടുകാരനായ ശ്രീ കാനേഷ് പൂനൂരിനോട് ആദരപൂർവ്വം ആവശ്യപ്പെടുകയാണ്. പി ഉസ്മാൻ മാസ്റ്റർ അനുസ്മരണവും ബാലസാഹിത്യ പുരസ്കാര ചടങ്ങിൻ്റെയും അധ്യക്ഷ സ്ഥാനത്തേക്ക് ഗാനരചയിതാവും നമുക്കേറെ സുപരിചിതനുമായിട്ടുള്ള ശ്രീ കാനേഷ് പൂനൂരിനോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഈ നാടിനെ അക്ഷര വെളിച്ചത്തിലേക്ക് നയിച്ച ഉസ്മാൻ മാസ്റ്ററുടെ സ്മരണയിൽ നമ്മുടെ ഈ സംഗമം വളരെ വിജയകരമായി തീരുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഇവിടെ ഒരുപാട് പ്രശസ്ത വ്യക്തികളുണ്ട്. നമ്മുടെയൊക്കെ മുൻ മന്ത്രിയും ഈ നാടിൻ്റെ ജനപ്രതിനിധിയുമൊക്കെയായ ഡോക്ടർ MK മുനീർ, അദ്ദേഹം എഴുത്തുകാരൻ എന്ന നിലയിലും നർമ്മപ്രഭാഷകൻ എന്ന നിലയിലുമൊക്കെ ഒരുപാട് പ്രശസ്തി നേടിയ വ്യക്തിത്വമാണ്. കൂടാതെ ഇന്ന് ഈ പുസ്തകത്തെ പറ്റിയും ഈ മാഷെപ്പറ്റിയുമൊക്കെ പ്രഭാഷണം നടത്താൻ പോകുന്ന അക്ഷരരംഗത്തെ തെളിഞ്ഞ മുഖമായ AP കുഞ്ഞാമു, പിന്നെ സാജിദത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് BC ഖാദർ, മുഹമ്മദ് അലി M വാർഡ് മെമ്പറാണ്, റസീന പൂക്കോട്, P സുധാകരൻ, പിന്നെ പുരസ്കാര ജേതാവ് ശ്രീകല, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ ഒരു ദീർഘഭാഷണത്തിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം. എങ്കിലും നമ്മളൊക്കെ മനസ്സ് സാർത്ഥകമാകുന്നത് ഇതുപോലെയുള്ള അക്ഷര വെളിച്ചത്തിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുമ്പോഴാണ്. നമ്മൾക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ളതാണ് ഓരോ പുസ്തകങ്ങളും. അതുകൊണ്ട് തന്നെ ഇവിടെ AP കുഞ്ഞാമുവിൻ്റെ മുഖ്യപ്രഭാഷണമുണ്ട്, പിന്നെ നമ്മുടെ ഉദ്ഘാടകൻ്റെ ഭാഷണമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഞാൻ പ്രസംഗം നീട്ടാതിരിക്കുന്നതാവും നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും നല്ല നീതി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഈ പരിപാടി ഗംഭീരമാവട്ടെ. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതിൻ്റെയൊക്കെ പിന്നണിയിലുള്ള ഉസ്മാൻ മാസ്റ്ററുടെ മകനും മാപ്പിള പാട്ട് രംഗത്തെ കുലപതികളിലൊരാളുമായ ഫൈസൽ എളേറ്റിനും എല്ലാവരെയും അനുസ്മരിച്ചുകൊണ്ട് ഈ പരിപാടികളൊക്കെ ഗംഭീരമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാ നന്മയും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ബാലസാഹിത്യ പുരസ്കാര വിതരണ ചടങ്ങാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ MK മുനീർ MLA മൂന്നാമത് P ഉസ്മാൻ മാസ്റ്റർ ബാലസാഹിത്യ പുരസ്കാരം കൈമാറുന്ന ചടങ്ങാണ്. ശ്രീമതി ശ്രീകല മേനോന് മൂന്നാമത് P ഉസ്മാൻ മാസ്റ്റർ സ്മാരക ബാലസാഹിത്യ പുരസ്കാരം കൈമാറുന്നു. അത് ഏറ്റുവാങ്ങാനായി കഥാകൃത്ത് ശ്രീമതി ശ്രീകല മേനോനോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. മൂന്നാമത് P ഉസ്മാൻ മാസ്റ്റർ സ്മാരക ബാലസാഹിത്യ പുരസ്കാരം കഥാകൃത്ത് ശ്രീമതി ശ്രീകല മേനോന് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ആദരണീയനായ മുഖ്യാതിഥി ഡോക്ടർ മുനീർ സർ കൈമാറുന്നു. ജീവിതത്തിൻ്റെ അതിസൂക്ഷ്മ തലങ്ങളിലേക്ക് തുറന്നു വെച്ച ഒരകക്കണ്ണ് ശ്രീകല മേനോൻ എന്ന എഴുത്തുകാരിയെ വ്യത്യസ്തയാക്കുന്നു. ഹൃദയത്തിൽ വിരിയുന്ന കൃതജ്ഞതയിൽ നിന്ന്, അകമേ വിരിയുന്ന ആത്മാനുഭൂതിയിൽ നിന്ന് ഉരവം കൊള്ളുന്നവയാണ് ശ്രീകല മേനോൻ്റെ കഥകൾ. മൂന്നാമത് P ഉസ്മാൻ മാസ്റ്റർ ബാലസാഹിത്യ അവാർഡിനർഹമായ ഹുപ്പോ എന്ന ബാലസാഹിത്യ നോവൽ നമ്മുടെ ബാലലോകത്തിന് ഒരു മുതൽക്കൂട്ടാണ്. എഴുത്തുകാരി
ഒരു ദേശാടനക്കിളിയിലൂടെ കഥകളിലൂടെ സൗഹൃദത്തിൻ്റെ ആകാശത്തിൽ വിരിയുന്ന വെളിച്ചത്തെ കുട്ടികളിലേക്ക് പകർന്നു നൽകുകയാണ് എഴുത്തുകാരി. നാടിൻ്റെ കൂട്ടായ്മയ്ക്ക് വെളിച്ചം പകർന്നു നൽകുന്നതിന് നേതൃത്വം നൽകിയ പി ഉസ്മാൻ മാസ്റ്ററുടെ പേരിലുള്ള 3ാമത് ബാലസാഹിത്യ പുരസ്കാരം സന്തോഷത്തോടെ അഭിമാനത്തോടും കൂടി ശ്രീകല മേനോന് മുഖ്യാതിഥി ഡോക്ടർ മുനീർ സാഹിബ് കൈമാറി. ഉദ്ഘാടന ഭാഷണത്തിനായി മുഖ്യാതിഥിയോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. സ്നേഹമുള്ള ഖാനേഷ് പൂനൂർ അവരുടെ AP കുഞ്ഞാമു സാഹിബ്, പ്രിയപ്പെട്ട ഫൈസൽ എളിയറ്റിൽ, അവാർഡ് ജേതാവ് പ്രിയപ്പെട്ട ശ്രീകല മേനോൻ, വേദിയിലെ മാന്യ വ്യക്തികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ശ്രീകല മേനോൻ എഴുതിയിട്ടുള്ള ഹൂപ്പോ എന്ന ബാലസാഹിത്യ കൃതിക്കാണ് ഈ പ്രാവശ്യത്തെ ഉസ്മാൻ മാസ്റ്റർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യമായി ശ്രീകല മേനോനെ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഞാനത് വായിക്കാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിലും AP കുഞ്ഞാമു സാഹിബിൽ നിന്നും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയത്, ഇത് ഹൂപ്പോ എന്ന ഒരു സാങ്കല്പിക പക്ഷിയുടെ, ആ പക്ഷിയുമായി സംവദിക്കുന്ന ദേവൂട്ടി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ലോകമാണ്. ഇതിന് ബ്രഹ്മകൽപ്പന എന്നൊക്കെ ആണ് വിളിക്കേണ്ടതെങ്കിൽ സത്യത്തിൽ കുട്ടികൾ അങ്ങനെയാണ്. കുട്ടികൾ സ്വന്തമായൊരു ലോകം സൃഷ്ടിക്കുകയും ആ ലോകത്തിൽ സ്വന്തമായി കഥാപാത്രങ്ങളെ ഉണ്ടാക്കുകയും അവരുമായി സംവദിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്തുള്ളതാണ്. നമ്മുടെ ദിവാസ്വപ്നങ്ങളിൽ ആ സ്വപ്നത്തിൽ നമ്മൾ തന്നെ ഒരു കഥാപാത്രമാവുകയും നമ്മൾ ഭാവനയിൽ കാണുന്ന കുറേയധികം കഥാപാത്രങ്ങളുമായി സംവദിക്കുകയും ചെയ്യും. ഇവിടെ മനോഹരമായി ഹൂപ്പോ എന്ന് പറയുന്ന ഒരു സാങ്കല്പിക പക്ഷി, ആ പക്ഷിയെ ദേവൂട്ടിക്ക് മാത്രമേ കാണാൻ പറ്റൂ. അതിലൂടെ പ്രകൃതിയെയും പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കൽപ്പനകളെയും വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുള്ളൊരു പുസ്തകമാണിത് എന്നാണ് ഇതിൻ്റെ ജഡ്ജിങ് കമ്മിറ്റി അംഗമായിട്ടുള്ള കുഞ്ഞാമു സാഹിബിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ബാലസാഹിത്യ കൃതികളിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് വിശേഷിപ്പിക്കാവുന്ന പുസ്തകങ്ങളിൽ ഒന്നാണ് ഹൂപ്പോ എന്ന് പറയുന്ന പുസ്തകം എന്ന് അദ്ദേഹം പറഞ്ഞതിനെ അടിവരയിടാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇനിയും ധാരാളം പുസ്തകങ്ങൾ അവരിൽ നിന്നും വരും കാലങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഉസ്മാൻ മാസ്റ്റർ എന്ന് പറയുന്നത് എൻ്റെ പിതാവുമായി വളരെ ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം എൻ്റെ പിതാവ് നടക്കാവിലാണ് കുറേ കാലം ചന്ദ്രികയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് സ്വന്തം വീട് ഉണ്ടാക്കുന്നതിന് മുമ്പ് താമസിച്ചത് മമ്മത്തുക്ക എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന് എല്ലാം ഉണ്ടായിരുന്നൊരു സത്രം പോലെയുള്ള ഒരു വീട്ടിലാണ്. ആ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു ഉസ്മാൻ മാസ്റ്റർ. അപ്പോൾ ആ കാലം മുതലുള്ള ഒരു ബന്ധം എൻ്റെ പിതാവുമായിട്ട് മാഷുണ്ട്. അവിടെ അന്ന് കൂടെ ഒരു രജിസ്ട്രാർ
മൂസാജി എന്ന് പറയുന്ന ഒരാളും കൂടെ അവരുടെ കൂടെ താമസിക്കുന്നു. അദ്ദേഹം നല്ല തടിയുള്ള ആളായിരുന്നു. അപ്പോൾ എൻ്റെ പിതാവ് പറയുന്നു, കിണറ്റിൽ വെള്ളം താഴുമ്പം മൂസാജി അതിൽ പിടിച്ചിട്ട് ആ വെള്ളം പൊന്തും എന്നൊക്കെ പറഞ്ഞ് അവർ തമാശയായി ഭയങ്കര സൗഹൃദങ്ങൾ പങ്കുവച്ചിരുന്ന ആൾക്കാരാണ്. പിന്നെ ഉസ്മാമാഷ് ചന്ദ്രികയിൽ വാപ്പ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ട് പോകും, അവിടെ പോയിരുന്ന് കുറേ സമയം അവിടെ ചിലവഴിക്കും. അങ്ങനെ എൻ്റെ പിതാവ് മന്ത്രിയായിരുന്ന സമയത്ത് മന്ത്രിയായി കഴിഞ്ഞപ്പോൾ പല ആളുകൾക്കും വ്യക്തിപരമായി ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മുഴുവൻ കൈകൊണ്ട് തന്നെ കത്തെഴുതി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ കൂട്ടത്തിൽ ഒരു കത്ത് ഉസ്മാമാഷക്കാണ്. അതന്ന് എൻ്റെ വാപ്പയുടെ കൂടെയുള്ള മലയിൽ അബ്ദുൽ കോയ എന്ന് പറയുന്ന ആളെയാണ് ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ അഡ്രസ്സ് ചോദിച്ചപ്പോൾ പറഞ്ഞത് ആ ഉസ്മാൻ മാസ്റ്റർ എളയറ്റിൽ നിന്ന് എഴുതി കഴിഞ്ഞാൽ തന്നെ അതവിടെ എത്തിക്കോളും എന്നാണ്. അത്തരത്തിലുള്ള ഒരു ആത്മബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു. ഉസ്മാൻ മാസ്റ്റർ നമുക്കറിയാമല്ലോ, ഇവിടെയുള്ള ഇപ്പോൾ ശ്രീധരൻ ഉണ്ണി തന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന് കൂടി അദ്ദേഹത്തെ വായനയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഉസ്മാൻ മാസ്റ്ററാണ്. അപ്പോൾ ഈ ജഡ്ജിങ് കമ്മിറ്റിയിലെ ഒരു അംഗം ശ്രീധരൻ ഉണ്ണിയാണ്. പിന്നെ എൻ്റെ പിതാവുമായി വളരെ അടുത്ത് നിൽക്കുന്നവരാണ് ഈ ജഡ്ജിങ് കമ്മിറ്റിയിലെ മറ്റ് കാനേഷ് പൂനൂർ ചന്ദ്രികയിലായിരുന്നു. അങ്കത്തട്ട് എന്ന് പറയുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം അത്രയും ഹാസ്യാത്മകമായി അങ്കത്തട്ട് എന്ന് പറയുന്ന ഒരു പങ്ക്തി കൈകാര്യം ചെയ്തിട്ടുള്ള കാനേഷ് പൂനൂരുമായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു. അതുപോലെ AP കുഞ്ഞാമു സാഹിബും അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അപ്പോൾ ഇവിടെ അദ്ദേഹം തന്നെ ഒരു അനുഭവമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ മടവൂരിലൊരു യോഗം കഴിഞ്ഞ് ഇവിടുന്ന് T. അബ്ദുള്ള സാഹിബുമായി നടന്നു പോകുമ്പോൾ വിദ്യാർത്ഥിയായിട്ടുള്ള AP കുഞ്ഞാമുവിൻ്റെ കൈ പിടിച്ചിട്ടാണ് കുന്നമംഗലം വരെ നടന്നിട്ടുള്ളത് എന്നുള്ള ഒരു ചരിത്രമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വളരെ ബന്ധങ്ങളുള്ളത് കൊണ്ട് തന്നെ ഈ പരിപാടി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നൊരു പരിപാടി കൂടിയാണ് എന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്താം. ഉസ്മാൻ മാസ്റ്റർ നമുക്കറിയാം, അദ്ദേഹം 5-6 സ്കൂളുകളിൽ പ്രവർത്തിച്ചു. പിന്നെ വട്ടോളി സ്കൂളിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം വിരമിക്കുന്നത് താമരശ്ശേരിയിലുള്ളൊരു പള്ളിപ്പുറം സ്കൂളോ അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം വിരമിക്കുന്നത്. പിന്നെ വാദികൃഷ്ണ വന്ന ശേഷം യത്തീം കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയം വന്ന ശേഷം പിന്നെ അതിൽ ഒരു അർപ്പണ മനോഭാവത്തോടു കൂടി അതിൽ പ്രവർത്തിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ ഗ്രാമീണ വായനശാല ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്തിട്ടുള്ള താല്പര്യങ്ങളൊക്കെ, അപ്പോൾ വായനയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടുള്ള ആളുകൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ, അതിൽ എനിക്ക് ഏറ്റവും അടുത്ത ഒരു സൗഹൃദമുള്ളത് ഫൈസൽ എളേറ്റിലുമായിട്ടാണ്. അദ്ദേഹം ഇന്ന് മാപ്പിള സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആധികാരികമായി സംസാരിക്കാൻ പറ്റുന്ന വിരലിലെണ്ണാവുന്ന വ്യക്തികളിൽ ഒരാളാണ് ഇപ്പോൾ ഫൈസൽ എളേറ്റിൽ എന്ന കാര്യവും സാന്ദർഭികമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി ഈ പുസ്തകം നിങ്ങളെല്ലാം സാക്ഷി നിർത്തി ഞാൻ പ്രകാശിപ്പിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ചുരുക്കി. കഴിഞ്ഞ 60 വർഷത്തോളമായി ഈ പ്രദേശത്ത് അക്ഷരവെളിച്ചം പകർന്നും ഈ പ്രദേശത്തിൻ്റെ സാംസ്കാരിക പുരോഗതിക്ക് ഒരു വഴിവിളക്കായും സ്ഥിതി ചെയ്യുന്ന എളേറ്റിൽ ഗ്രാമീണ ഗ്രന്ഥാലയത്തിന് റഫറൻസ് ലൈബ്രറിയും കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അനുവദിച്ചു തരാൻ ബഹുമാനപ്പെട്ട MLAക്ക് ലൈബ്രറി ഭാരവാഹികൾ നിവേദനം സമർപ്പിക്കുന്നു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ TP ശശികുമാർ, ആദരണീയനായ MLAക്ക് റഫറൻസ് ലൈബ്രറിയും കമ്പ്യൂട്ടറും അനുവദിച്ചു തരുന്നതിന് വേണ്ടിയുള്ള ഒരു നിവേദനം സമർപ്പിക്കുന്നു. നിരവധി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും സാഹിത്യ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ 60 വർഷത്തിലധികമായി സ്തുത്യർഹമായ സേവനം നടത്തുന്ന ഗ്രാമീണ ഗ്രന്ഥാലയത്തിൻ്റെ ഒരു ആവശ്യം ആദരണീയനായ MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ചടങ്ങിലെ മുഖ്യാതിഥി കിടക്കോത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി CK സാജിദത്ത് സംസാരിക്കുന്നു. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ കാനേഷ് പൂനൂർ അവർകൾ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത കൊടുവള്ളി നിയോജക മണ്ഡലം MLA MK മുനീർ സാഹിബ് അവർകൾ, ഈ വാർഡ് മെമ്പർ ബസീന ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷവും അതിലേറെ അഭിമാനവുമുള്ള ഒരു വേദിയിലാണ് നമ്മളെല്ലാവരും. കാരണം നമ്മുടെ പ്രദേശത്തിൻ്റെ വിളക്കായിരുന്ന PP ഉസ്മാൻ മാസ്റ്ററുടെ അനുസ്മരണം, അതേപോലെ എളേറ്റ് ഗ്രാമീണ ഗ്രന്ഥാലയവും അതിൻ്റെ പരിപാടികളൊക്കെ തന്നെ ഇവിടെ സംഘടിപ്പിച്ച സമയത്ത് ഇതിലൊരു ഭാഗവക്താകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. PP ഉസ്മാൻ മാസ്റ്ററുടെ അനുസ്മരണം, അതേപോലെ ഈ അവാർഡ് ജേതാവ് നമ്മുടെ ശ്രീകലാ മേനോനുള്ള അവാർഡ് ദാനവും ഒക്കെ നടക്കുന്ന ഈ ഒരു ചടങ്ങ് നമ്മുടെ പ്രദേശത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും വളരെ അഭിമാനമാണ്. നമുക്കറിയാം, നമ്മുടെ എളേറ്റിൽ പ്രദേശത്ത് എന്ന പോലെ നമ്മുടെ മറ്റു പ്രദേശങ്ങളൊക്കെത്തെയും നമ്മൾ ഉസ്മാൻ മാസ്റ്ററുടെ നിറസാന്നിധ്യം, കാരണം നമ്മുടെ എത്തിങ്ങാന തന്നെ മരണം വരെ അവിടെ പ്രിയപ്പെട്ട അനാഥ കുട്ടികളോടൊപ്പം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം വരെ. അതേപോലെ എനിക്കറിയാം, എൻ്റെ കുടുംബവുമായിട്ട് ഏറ്റവും അടുത്തുള്ള ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു ഉസ്മാൻ മാസ്റ്റർ. എൻ്റെ വന്യ പിതാമഹൻ അഹമ്മദ് ആച്ചിയുടെ പ്രിയ സുഹൃത്ത്, ഞങ്ങളുടെ എല്ലാവരും വഴികാട്ടിയും ആയിരുന്നു, ഞങ്ങളുടെ പ്രിയ രക്ഷിതാവ് കൂടിയായിരുന്നു ഉസ്മാൻ മാസ്റ്റർ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഇന്ന് അതേപോലെ ഈ അവാർഡിന് അർഹയായിട്ടുള്ള ശ്രീകലാ മേനോന് ഇനിയും ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ. ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും അതേപോലെ നമ്മുടെ നാടിനും നമ്മുടെ എല്ലാവർക്കും തന്നെ മാതൃകയാകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു മഹത്തായ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ എളേറ്റ് ഗ്രന്ഥാലയത്തിൻ്റെ അണിയറകളെ ശില്പികളെയും അതേപോലെ PP ഫൗണ്ടേഷൻ്റെ കുടുംബാംഗങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തത് മുഖ്യ പ്രഭാഷണമാണ്. നാടകൃത്തും സാംസ്കാരിക പ്രഭാഷകനും പൊതുപ്രവർത്തകനുമായിട്ടുള്ള ചന്ദ്രശേഖരൻ തിക്കോടി അവർകളാണ്. അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം മുഖ്യ പ്രഭാഷണം നടത്താൻ അഭ്യർത്ഥിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട കാനേഷ് പൂനൂർ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മുൻ മന്ത്രിയും നമ്മുടെ ഇപ്പോഴത്തെ പ്രിയങ്കരനായ MLA ഡോക്ടർ MK മുനീർ, അനുസ്മരണ ഭാഷണം നിർവഹിക്കുന്ന പ്രിയപ്പെട്ട AP കുഞ്ഞാമു, ആശംസകൾ അർപ്പിക്കുന്ന കാനേഷ് പൂനൂർ, മുഹമ്മദ് അലി M, സീന പൂക്കോട്, P സുധാകരൻ, സഹോദരന്മാരെ, ഇവിടെ മുനീർ സാഹിബിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈയിടെ നമ്മുടെ ഫോണിലൊക്കെ ഒരു കുറിപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും ശ്രദ്ധേയനായ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ് നമ്മുടെ പ്രിയങ്കരനായ ജനകീയനായ നമ്മുടെ MLA മുനീർ സാഹിബ്. പണ്ട് ചന്ദ്രികയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന കാലത്ത് പുലർച്ചെ നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിൽ ചെല്ലും. ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് എന്തൊക്കെയോ ചില പത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം അവിടെ വരുമ്പോൾ അവിടെ ഈ അഴുക്കൊക്കെ അടിച്ചു മാറ്റുന്ന ഒരു കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളെ കാണാറുണ്ട്. അയാളെ കണ്ടു കഴിഞ്ഞാൽ ഇത് വളരെ വൃത്തികെട്ട സാധനങ്ങളൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കാൻ അയാളുടെ പണി. എന്നാൽ ആരെങ്കിലും എന്തെങ്കിലും ചില്ലറ കൊടുത്താൽ അത് വാങ്ങിക്കും, അത് മാത്രമേ അയാളുടെ വരുമാനം. അപ്പോൾ എന്നും അദ്ദേഹം ഒരു ചായ വാങ്ങിച്ചു, 2 ചായ വാങ്ങിക്കൊണ്ടിരാൻ പറയും. ഒരു ചായ ഈ കുട്ടികൃഷ്ണന് കൊടുക്കും, ഒന്ന് CH സാറും കഴിക്കും. അതിങ്ങനെ തുടർച്ചയായിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം ഇയാൾ വളരെ പ്രയാസമാണ് ഈ അടിച്ചു വാരുന്ന ആളിന്. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, കുട്ടികൃഷ്ണേട്ടാ ഒരു കാര്യം ചെയ്യാം, ഇതുകൊണ്ട് എന്ത് വരുമാനമുണ്ട്, ഇത്ര വരുമാനമുണ്ട്, ആരൊക്കെയുണ്ട് വീട്ടിൽ, ഭാര്യയുണ്ട്, അമ്മയുണ്ട്, വയ്യാത്ത അച്ഛനുണ്ടൊക്കെ ഉണ്ട്, അതുകൊണ്ടൊക്കെ ജീവിക്കാൻ വലിയ പ്രയാസമായിരിക്കുമല്ലോ, ഒരു കാര്യം ചെയ്യാം, ഞാൻ 10 പത്രം തരാം, ചന്ദ്രിക പത്രം. ഈ 10 പത്രം നിങ്ങൾ വിറ്റിട്ട് എനിക്ക് കാശൊന്നും തരണ്ട, അത് നിങ്ങൾ എടുത്തോളൂ. അങ്ങനെ 10 പത്രം ദിവസേന ഇദ്ദേഹത്തിന് കിട്ടും. ഇദ്ദേഹം ആ 10 പത്രം നടന്ന് ചന്ദ്രിക എന്ന് പറഞ്ഞ് വിൽക്കും.
ആ കാശ് അദ്ദേഹം എടുക്കും. വലിയ ആശ്വാസമായി. കാരണം ഈ തോട്ടിപ്പണിയും അതിനോടൊപ്പം കിട്ടുന്ന ഈ പത്രം വിൽപ്പനയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടിയെല്ലാം ആയിട്ട് ചെറുങ്ങനെ അദ്ദേഹം അങ്ങനെ ജീവിച്ചു പോയി. ഒരു ദിവസം വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം പിന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് ഇതുപോലെ സർക്കാരിൻ്റെ എംബ്ലം പതിച്ച ഒരു കാറ് വന്നു. ഉൾനാട്ടിലേക്കുള്ളൊരു കൂര വീടാണ്. അപ്പോഴേക്കും നമ്മുടെ CH സാറ് മിനിസ്റ്ററായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടിയാണ് വന്ന് നിന്നിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, ആരാ കുട്ടീഷ്ണൻ? ഞാനാന്ന്. പേടിച്ചു പോയി. പേടിക്കാനൊന്നുമില്ല, നിങ്ങളെയും കൂട്ടിയിട്ട് തിരുവനന്തപുരം വരെ വരാൻ വേണ്ടി അർജൻറ്റായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, വണ്ടിക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ആ പിടിച്ച ഒരു ഡ്രസ്സൊക്കെ കൊടുത്തു. എനിക്ക് ഡ്രസ്സൊക്കെ തുന്നിച്ചുകൊണ്ട് നഖം അഴുക്ക് ഉള്ള ഡ്രസ്സും കൊണ്ടുവന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഈ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിരുന്ന ഈ ഉദ്യോഗസ്ഥൻ അതൊക്കെ ഇടിച്ച് വൃത്തിയാക്കി ഈ വണ്ടിയിൽ കയറ്റി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി. ജീവിതത്തിൽ ആദ്യമായിട്ട് അയാൾ വണ്ടി കയറിയിട്ടില്ല. വണ്ടി കാണുമ്പോൾ തന്നെ അയാൾക്ക് പേടിയാണ്. അങ്ങനെ വണ്ടി കയറ്റി തിരുവനന്തപുരത്തെത്തി അദ്ദേഹത്തിൻ്റെ പ്യൂണായിട്ട് അപ്പോയിൻമെൻറ്റ് കൊടുത്തു. CH സാറിൻ്റെ പ്യൂണായിട്ട് അപ്പോയിൻമെൻറ്റ് കൊടുത്തു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. എല്ലാ ചുറ്റുപാടുകളും വന്നു. കുട്ടീഷ്ണന് CH സാറ് അന്തരിച്ചു. കുട്ടീഷ്ണന് ഒരു മകനുണ്ട്. വളരെ വൈകിട്ടാണ് അയാൾക്കൊരു കുഞ്ഞുണ്ടാകുന്നത്. ആ കുഞ്ഞിന് പേരിടാൻ വേണ്ടി ഗുരുവായൂരിക്ക് കൊണ്ടുപോകുന്ന വഴി CH സാഹിബിനെ അന്തി ഉറങ്ങുന്ന ആ പള്ളിപ്പറമ്പിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇയാൾ പറഞ്ഞു, വണ്ടി അവിടെ നിർത്തുമെന്ന് പറഞ്ഞു. വണ്ടി ഇവിടെ നിർത്തുമെന്ന് പറഞ്ഞു. എന്താ കാര്യം വെച്ചാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. നേരെ ഇറങ്ങിപ്പോയി പള്ളിയിലെ പുരോഹിതനോട് ചോദിച്ചു, ഇങ്ങനെ എൻ്റെ ഒരു മഹാബന്ധുവുണ്ട്, എൻ്റെ കൈപിടിച്ച് എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന മഹാമനുഷ്യൻ, അദ്ദേഹം അന്തി ഉറങ്ങുന്നത് എവിടെയാണ്, ഒന്ന് കാണിച്ചു തരണം. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ആ മൺകൂനയിൽ കുഞ്ഞിനെ കിടത്തിയിട്ട് എൻ്റെ കുഞ്ഞിന് പേര് വിളിക്കാനുള്ള അർഹത നിങ്ങൾക്കല്ലാതെ ഈ ഭൂമിയിൽ വേറൊരു ദൈവത്തിനുമില്ല എന്ന് പറഞ്ഞ് അയാൾ പേര് വിളിച്ച് അതിനുശേഷമാണ് ഗുരുവായൂരിലേക്ക് പോയത്. ഞാൻ പറഞ്ഞു വരുന്നത്, ജനകീയ നേതാവിൻ്റെ ജനകീയനായൊരു പുത്രൻ ഇവിടെ യാദൃശ്ചികമായി കാണാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റത്തെ സന്തോഷം. അദ്ദേഹത്തിന് എല്ലാ ആയുരാരോഗ്യവും ദൈവം നൽകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ലഘു പ്രഭാഷണത്തിലേക്ക് വരാം. ഞാനിവിടെ ഇന്ന് വരേണ്ട ആളല്ല. സോമൻ കടലൂർ എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന എൻ്റെ സുഹൃത്ത്, മലയാളത്തിലെ പ്രഗത്ഭനായ ഒരു എഴുത്തുകാരനും ചിത്രകാരനും ഒക്കെയാണ്. അദ്ദേഹമാണ് വരേണ്ടത്. പക്ഷേ അദ്ദേഹം ഇന്ന് സാഹിത്യ അക്കാദമിയിൽ ഒരു പ്രശ്നത്തിൽ അവിടെ പെട്ട് വരാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊന്ന് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പോകാൻ പറ്റില്ല, ഞാനിന്ന് കണ്ണൂരേറ്റതാണ്. കണ്ണൂർ പിന്നെ അധ്യാപകരുടെ TTI കലോത്സവത്തിലെ ജില്ലാ കലോത്സവത്തിലെ ജഡ്ജാണ് ഞാൻ. പ്രസംഗത്തിൻ്റെ ജഡ്ജ്, പദ്യം ചൊല്ലലിൻ്റെ ജഡ്ജ്, ഇതൊക്കെയാണ് ഞാൻ ഏറ്റുപോയത്. എനിക്ക് വരാൻ പറ്റില്ല. അയ്യോ, അത് പറ്റിയില്ല, അവിടെ കാര്യങ്ങൾ കൊടുക്ക്, എന്നിട്ട് ഇവിടെ വന്നേ മതിയാവും. സോമനെ പറഞ്ഞാൽ എനിക്ക് വരാതിരിക്കാനാവില്ല. അങ്ങനെ അവിടെ വേറൊരാളിന് പകരം കൊടുത്ത് എന്നിട്ട് എന്നെ DD ഒക്കെ പിണങ്ങിയിരിക്കുക. രാവിലെ 4-5 തവണ അദ്ദേഹം വിളിക്കുന്നു. വലിയ മത്സരമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി വന്നാൽ വലിയ പ്രശ്നമാണ്, പൊല്ലാപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും വരില്ല, പ്രഗത്ഭനായ ഒരാളെ തന്നെയാണ് കൊടുത്താച്ചിരിക്കുന്നത്, അതുകൊണ്ട് ആൾ ചെയ്യും ഭംഗിയായിട്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഏതായാലും സന്തോഷം, മുനീർ സാഹിബിനെ കാണാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമാണ് ഞാൻ ആദ്യമേ പങ്കുവെച്ചത്. ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ സാഹിത്യം എന്ന് പറഞ്ഞാൽ അതിനാണ് അവാർഡ് വന്നിരിക്കുന്നത്. ആ കുട്ടികളുടെ സാഹിത്യം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ, എഴുതുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ പ്രയാസമാണ്. കാരണം ഒരുപാട് ആളുകൾ കൊണ്ടൊന്നും സാധ്യമല്ല. ഞങ്ങളെപ്പോലത്തെ ആളുകളിലൊക്കെ എഴുതുന്ന ആളാണ് ഞാൻ. ഒരുപാട് നാടകങ്ങൾ, 100ഓളം നാടകങ്ങൾ എഴുതിയ ആളാണ്. 100ഓളം ഇനി എഴുതാൻ പറ്റും. 2 നോവലുകൾ എഴുതി, ഒരുപാട് കഥകളൊക്കെ എഴുതിയൊക്കെ ആളാണ്. പക്ഷെ ഒരു കുട്ടികളെക്കുറിച്ച് ഒരു ചെറിയ കഥയോ എന്തെങ്കിലും സാധനം എഴുതാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. കാരണം അതിന് വലിയ പ്രതിഭ കൂടിയേ തീരൂ. കുട്ടികളുടെ മനസ്സിലേക്ക് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായ മനുഷ്യർക്ക് കഴിയില്ല. അത് നമ്മുടെ കുഞ്ഞുണ്ണി മാഷിനെ പോലുള്ള മഹാപ്രതിഭകൾക്ക് മാത്രം സാധ്യമായൊരു മണ്ഡലമാണ്. അവിടേക്ക് ഇറങ്ങി വന്ന് ഈ സഹോദരി ഒരു പുസ്തകം എഴുതി, നമ്മുടെ കുഞ്ഞാമുക്കേനെ പോലുള്ള മഹാപ്രതിഭ അത് പരിശോധിച്ച് അതിന് അവാർഡ് കൊടുത്തിരിക്കുന്നു എന്ന് വന്നപ്പോൾ ഹൃദയം കൊണ്ട് ആ സഹോദരിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. വലിയ ഇതാണ്. നമ്മുടെ കുട്ടികളൊക്കെ ഇന്ന് പഠിക്കാൻ വളരെ മിടുക്കന്മാരാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് പറന്നുപോയി പഠിച്ച് മിടുക്കന്മാരായി വലിയ തസ്തികകളിലിരിക്കുകയും അധികാര സ്ഥാനങ്ങളിലിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വലിയ മുന്നേറ്റങ്ങൾ നമ്മുടെ രാജ്യത്തിന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അത്ഭുതാവാഹമായ വികാസമാണ്. ഏതാണ്ട് 78 വർഷമായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അതിന് തൊട്ട് മുൻപത്തെ അവസ്ഥയിൽ നിന്ന് ഈ 78 വർഷം കൊണ്ട് നമ്മൾ പറന്ന് താണ്ടിയത് ചില്ലറ ദൂരമൊന്നുമല്ല, വലിയ ദൂരമാണ്. എല്ലാ കുട്ടികളും ആരും പഠിക്കാൻ മോശക്കാരല്ല. ഓരോരോ ആളും ഓരോ രംഗത്തും മിടുക്കന്മാരാണ്. പണ്ട് ഒരു കുട്ടി പഠിക്കാൻ ലേശം മോശമായപ്പോൾ, വളരെ മോശം, അപ്പോൾ പിന്നെ
ടീച്ചർ പറഞ്ഞു ഈ കുട്ടീൻ്റെ അടുത്തൊരു കത്തെഴുതി കൊടുത്ത്, ആ കത്തിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഈ കുട്ടിയെ ഇനി സ്കൂളിലേക്ക് അയക്കേണ്ടത്, പഠിക്കാൻ കൊള്ളില്ല, നല്ലോണം പഠിക്കുന്ന കുട്ടികളാണ്, ആ കുട്ടികൾ ചീത്തയായി പോകും, അതുകൊണ്ട് ഈ കുട്ടിയെ ഇനി സ്കൂളിലേക്ക് അയക്കരുത് മറ്റൊരു കുറിപ്പ് എഴുതി കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്ത് നേരെ വീട്ടിൽ കൊടുക്കാൻ പറഞ്ഞു. കുട്ടി കുറിപ്പിനകത്ത് എന്താ എഴുതിയെന്നൊന്നും അറിയില്ല, ചെറിയ കുട്ടിയാണ്. കുട്ടി കുറിപ്പും കൊണ്ട് ചിരിച്ച് കളിച്ച് നേരെ വീട്ടിൽ വന്നപ്പോൾ മുറ്റത്ത് അച്ഛൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അയാൾ ഒരു മരപ്പണിക്കാരനാണ്, വളരെ ദേഷ്യക്കാരനാണ് അച്ഛൻ. അപ്പം ഈ കുട്ടി എന്തുകൊണ്ടോ ഈ കുറിപ്പ് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തില്ല. കാരണം അയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഈ കുറിപ്പ് വായിച്ച് ദേഷ്യക്കാരനായ അച്ഛൻ മരവടിയെടുത്ത് അടിച്ച് ചിലപ്പോൾ കുട്ടി ചത്തന് പോയേനെ, അല്ലെങ്കിൽ വലിയ മാനസികമായ വൈകല്യത്തിലേക്ക് കുട്ടി വീണുപോയേനെ. പക്ഷെ കുട്ടി കൊടുത്തില്ല. കുട്ടി എന്തുകൊണ്ടും അകത്തേക്ക് പോയി അമ്മയുടെ കയ്യിലാണ് കത്ത് കൊടുത്തത്. അമ്മ വളരെ സാത്വികയായ ഒരു സ്ത്രീയാണ്. അമ്മ ഈ കത്ത് വായിച്ചൊന്ന് ചിരിച്ചിട്ട് കുഞ്ഞിൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ മോൻ ഇനി നാളെ തൊട്ട് സ്കൂളിൽ പഠിക്കാൻ പോകേണ്ട, മോനെ ഞാൻ പഠിപ്പിക്കും, നന്നായിട്ട് പഠിപ്പിക്കും, അങ്ങോട്ട് പോകേണ്ട, നിന്നെ പഠിപ്പിക്കാനുള്ള പ്രതിഭയൊന്നും അവിടെയുള്ള അധ്യാപകർക്കില്ല, അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് കുട്ടീനെ സ്കൂളിലേക്ക് അയച്ചില്ല. അമ്മ കുട്ടിയെ വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ കുട്ടിയെ കാണുന്നില്ല. കുട്ടിയെ കാണാതെ വന്നപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമായി. കാരണം സ്കൂളിൽ പോകാത്തത് കൊണ്ടായിരിക്കും, ഇത് എങ്ങോട്ടും പോയി കളഞ്ഞോ, ആകെ വിഷമായി. അമ്മ ഇങ്ങനെ അന്വേഷിച്ച് നടന്നു, ഉറക്കെ വിളിച്ചു, മകനെ എഡിസൺ നീ എവിടെയാണ്? അപ്പോഴാണ് പറയുന്നത്, അമ്മേ ഞാൻ ഇവിടെയുണ്ട്, തട്ടുംപുറത്തുണ്ട്, നീ അവിടെ എന്തോ ചെയ്യുന്നു? ഞാനിവിടെ 5-8 കോഴിമുട്ടയ്ക്ക് അടകിടക്കുകയാണ്, എൻ്റെ ശരീരത്തിലെ ചൂടേറ്റാൽ ഇതിന് ജീവൻ വരുമോ എന്ന് നോക്കുകയാണ്. ആ കുട്ടിയാണ് സ്കൂളിൽ പഠിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് കത്തെഴുതി പുറന്തള്ളിയ കുട്ടിയാണ്. ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് 140 പ്രധാന കണ്ടുപിടുത്തങ്ങളും 600 ചില്ലാന ഉപകണ്ടുപിടുത്തങ്ങളും നടത്തിയ തോമസ് ആൽവാ എഡിസൺ എന്ന് പറയുന്ന വിഖ്യാതനായ ശാസ്ത്രകാരൻ, നമ്മുടെ ഈ ബൾബടക്കം കണ്ടുപിടിച്ച മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ കുട്ടികൾക്കും പ്രതിഭയുണ്ട്, പ്രതിഭയില്ലാത്തവരായ ആരുമില്ല. എല്ലാവരും പഠിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നു. പക്ഷേ എല്ലാ വികസനവും എല്ലാ വികാസവും എല്ലാ സമൃദ്ധിയും കൈവന്നപ്പോഴേക്കും ചില ഘടകങ്ങൾ, ഒരിക്കലും മനുഷ്യൻ ഒഴിച്ചുകൂടാത്ത ചില ക്വാളിറ്റി ഈ വിജയത്തിൻ്റെ നടുവിലും നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ചിലർ ഭയപ്പെടുന്നു, വിശേഷിച്ചും കവികൾ. ചില അസുഖത്തിന് 3-4 ഗുളികയൊക്കെ കഴിക്കുന്നത്, അപ്പോൾ സംസാരിക്കുമ്പോൾ നാക്ക് വരേണ്ടി പോകുന്നു, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. അപ്പോൾ എല്ലാം നേടി, സമ്പത്തിൻ്റെ സമൃദ്ധി വന്നു, എല്ലാം വലിയ വലിയ കെട്ടിടങ്ങൾ വന്നു, ശീതീകരിച്ച വാഹനങ്ങൾ വന്നു, ഭാഷകൾ പലത് പഠിച്ചു, ലോകം ഉള്ളം കയ്യിലായി. യൂണിവേഴ്സ്, വേൾഡ് മാത്രമല്ല യൂണിവേഴ്സ് ഉള്ളം കയ്യിലായി, അത്രയും വികസിച്ചു. അവിടെയാണ് പ്രധാനപ്പെട്ടത് എന്തോ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്, അത് നഷ്ടപ്പെട്ടു. അപ്പോഴാണ് കവികൾ ഭയപ്പെടുന്നത്. കവികൾ കാലത്തെ അപ്പുറം കാണുന്നവരാണ്, അവർ പ്രവാചകന്മാരാണ്, കാലത്തെ മറികടന്ന് കാണുന്നവരാണ്. അതുകൊണ്ടാണ് കവികളെ പ്രവാചകന്മാർക്ക് തുല്യരാണെന്ന് പറയുന്നത്. ഒരു കവി ഈയിടെ പറയുകയുണ്ടായി, മകനെ നീ ഒരു മാന്യനാകാതിരിക്കുക, നീ ഒരു മനുഷ്യനാവാൻ കൊതിക്കുക. എന്താണ് ഇതിൻ്റെ അർത്ഥം? മാന്യനും മനുഷ്യനും കേട്ടാൽ പദങ്ങൾ വളരെ അടുത്ത വാക്കുകളാണ്, നമ്മൾ സ്ഥിരമായി പറയാറുള്ള വാക്കുകളാണ്. അയാളൊരു മാന്യനാണ്. പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട്. കാരണം മാന്യൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളും അയാൾ ഭംഗിയായി ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ കൃത്യമായി പണമിടപാടുകളൊക്കെ നിർവഹിക്കും, കല്യാണ വീടുകളിൽ പോവും, മരണ വീടുകളിൽ പോവും, പിന്നെ ഇതെല്ലാം വളരെ ഭംഗിയായി ചെയ്യുന്ന ഒരാളാണ് മാന്യൻ. മനുഷ്യനും ഇത് തന്നെയാണ്. എല്ലാ കാര്യങ്ങളും, സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളും വൃത്തിയായി ഇടപെടുന്ന ആൾ തന്നെയാണ് മനുഷ്യനും. പക്ഷെ ഇവർ തമ്മിൽ കനത്ത വ്യത്യാസമുണ്ട്, വലിയ വ്യത്യാസം. കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസം. കടലെന്ന് പറഞ്ഞാൽ പാരാവാരമാണ്, കരയുടെ 3 ഇരട്ടിയാണ്. കടലാടി എന്ന് പറഞ്ഞാലോ നമ്മുടെ ഈ പ്ലാവിൻ്റെ മുകളിലൊക്കെ കാണുന്നൊരു പൂപ്പലാണ്. പേരുകൾ തമ്മിൽ വളരെ സാമ്യം, അർത്ഥതലത്തിൽ അനന്തമായ വ്യത്യാസം, അളക്കാൻ പറ്റാത്ത വ്യത്യാസം. ആ വ്യത്യാസം മാന്യനും മനുഷ്യനും തമ്മിലുണ്ടെന്ന് കവി പറയുന്നു. മകനെ, കുട്ടികളോട് പറയുന്നു, മകനെ നീ ഒരു മാന്യനാകാതിരിക്കുക, നീ ഒരു മനുഷ്യനാവാൻ കൊതിക്കുക. രണ്ടുപേരും ഇവിടെ ഒരു തിരക്കേറുന്ന ഒരു വഴിയിൽ ബസ് കാത്തു നിൽക്കുക, അല്ലെങ്കിൽ വാഹനം കാത്തു നിൽക്കുക എന്ന് സങ്കല്പിക്കുക.
അതുവഴി കടന്നു പോയൊരു ട്രക്ക് ഒരു യാത്രക്കാരൻ്റെ ശരീരത്തിൽ കയറി അയാളുടെ എല്ലൊടിഞ്ഞ് ശരീരം മുറിഞ്ഞ് ചോര ചീറ്റി പടയുകയാണ്. മനുഷ്യൻ ഇത് കണ്ടു, മാന്യം കണ്ടു. ഇത് കണ്ട ഉടനെ അയാൾ ചിന്തിച്ചെന്താണ്, ഇവനെ ഞാനിപ്പോൾ എടുത്താൽ എൻ്റെ ഈ വസ്ത്രം മുഴുവൻ മലിനമാവും, ചോരയെ കുളിച്ചു പോകും. മാത്രമല്ല ബോധം നഷ്ടപ്പെട്ടു, ജീവന് വേണ്ടി പടയുകയാണ്. ഇയാൾ ഒരു വണ്ടി വിളിച്ച് കൊണ്ടുപോകണം. വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ബോധമില്ലാത്ത ഇയാൾക്ക് കാശ് കിട്ടില്ല, വണ്ടിയുടെ കാശ് ഞാൻ കൊടുക്കണം. അത്രയും കൂട്ടിയാൽ കണക്ക് കൂട്ടി. പിന്നെയോ ആശുപത്രിയിൽ ചെന്നാൽ മാരകമായി പരിക്കേറ്റിരിക്കുന്നു, ജീവൻ രക്ഷാ ഔഷധം എഴുതും ഡോക്ടർമാർ. ഉടനെ അത് വാങ്ങണം. ഇയാളുടെ ബന്ധുവാരും ഒന്നും അറിയില്ല, ആര് വരാനും വൈകും. അപ്പോൾ അതും ഞാൻ ഈ വലിയ കാശ് കൊടുത്ത് എൻ്റെ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് വാങ്ങണം. എങ്ങാനും ഇയാൾ ചത്തുപോയാൽ പോലീസ് വരും. പോലീസ് വന്നിട്ട് മഹസർ തയ്യാറാക്കുമ്പോൾ ഞാൻ ഹൈ വിറ്റ്നസ് ആകും, ഒന്നാം സാക്ഷിയാകും. ഒന്നാം സാക്ഷിയായി ഒപ്പിട്ട് കൊടുത്ത് ഞാനിങ്ങ് വന്നു. വീട്ടിൽ എനിക്ക് മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം വളരെ തിരക്കുള്ളൊരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ബിസിനസ്സിൽ കുറേ കാശൊക്കെ കിട്ടാനുള്ള ദിവസമാണ്. അപ്പോഴാണ് ഒരു പോലീസുകാരൻ വരുന്നത്. ഒരു സമൻസ്, ഇന്ന ദിവസം മരിച്ചതിൻ്റെ സാക്ഷി പറയാൻ നിങ്ങൾ കോടതിയിൽ വരുന്ന സമൻസാണ്. ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല, വളരെ തിരക്കുള്ള ദിവസമാണ്. ചില്ലറ കാശ് പോലീസുകാരൻ്റെ പോക്കറ്റിലിട്ട് കൊടുത്ത് സമൻസ് മടക്കി. മാസങ്ങൾ പിന്നെയും കഴിഞ്ഞു, 2-3 കഴിഞ്ഞു. ഒരു സമൻസ് കൂടി വരുന്നു പോലീസുകാരൻ. അന്നും പോലീസുകാരനെ മടക്കി. അന്നും തിരക്കുള്ള ദിവസമാണ്. പക്ഷെ ഇനിയൊരു സമൻസ് വരില്ല. മൂന്നാമതൊരു സമൻസ് ഇല്ല. മൂന്നാമത് പിടിവാറണ്ടാണ്. എന്തിന് ഈ വയ്യാവേലി? ഇത്രയും ഈ മനുഷ്യൻ ചിന്തിച്ചു കൂട്ടും. പടയുന്ന ജീവന് വേണ്ടി പടയുന്ന സഹജീവിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് മാന്യൻ ഇത്രയും കാര്യങ്ങൾ ഞൊടിയിട കൊണ്ട് ചിന്തിച്ചു കൂട്ടും. എന്നാൽ മനുഷ്യൻ്റെ മുമ്പിൽ ഈ വൈതരണികളൊക്കെ ഉണ്ട്. പക്ഷെ അയാൾ അതൊന്നും ഓർക്കില്ല. അയാളുടെ മുമ്പിൽ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, ഒറ്റ പ്രശ്നമേ ഉള്ളൂ. സഹജീവിയുടെ പ്രാണൻ അയാൾ വാരിയെടുത്ത് കൊണ്ടുപോകും. പക്ഷെ നിർഭാഗ്യവശാൽ മാന്യൻ്റെ വംശം പെരുകി വരുന്നു, മനുഷ്യൻ്റെ വംശം കുറ്റിയേറ്റു വരുന്നു. ഇതാണ് പുതിയ കാലത്തിൻ്റെ ചിത്രം. അതുകൊണ്ടാണ് കവി പറഞ്ഞത്, മകനേ നീ ഒരു മാന്യനാകാതിരിക്കുക, നീ ഒരു മനുഷ്യനാവാൻ കൊതിക്കുക. പണ്ട് ഒരു മഹാനഗരത്തിൽ നട്ടുച്ച നേരത്ത് ഈ ജനക്കൂട്ടം ഇങ്ങനെ നരരാശി നുരകുത്തി ഒഴുകുന്ന ഒരു നഗരം. ആ നഗരത്തിൻ്റെ നടുവിൽ നട്ടുച്ചയ്ക്ക് പ്രകാശവലയത്തിൻ്റെ ഇടയിൽ ഒരാൾ ചൂട്ട് കത്തിച്ചിങ്ങനെ നടക്കുന്നു. ആളുകൾ ചോദിച്ചു, എന്താണിത്, എന്താ സംഭവം? ചൂട്ടും കത്തിച്ച് ആരെയോ തിരയുന്നു. അപ്പോൾ ചോദിച്ചു, എന്താ പ്രശ്നം, എന്താ? അയാളോട് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഐ വാണ്ട് ടു സീ എ മാൻ. ജനക്കൂട്ടം നരകുത്തി ഒഴുകുന്ന ഒരു നഗരത്തിൽ ചൂട്ട് കത്തിച്ച് നടക്കുന്ന ആളോട് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നു, എനിക്കൊരു മനുഷ്യനെ കാണണം. ഡയോജനിസ് എന്ന് പറയുന്ന ഒരു തത്വജ്ഞാനിയായിരുന്നു. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഏതൻസ് നഗരത്തിൽ ചൂട്ടും കത്തിച്ച് നടന്ന ഡയോജനിസ് അന്ന് പറഞ്ഞ വാക്കുകൾ ഇന്ന് ആധുനിക സമൂഹത്തിന് ബാധകമാകുന്നുവോ എന്ന് നമ്മൾ സംശയിക്കുകയാണ്. അന്തരിച്ചുപോയ കമലാദാസ് എന്ന് പറയുന്ന കവയിത്രി, അവരുടെ ഒരു 4 വരി കവിതയുണ്ട്, ഇംഗ്ലീഷ് കവിത. അതിൻ്റെ മലയാളം ഏതാണ്ട് ഇങ്ങനെയാണ്. കവയിത്രി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ആത്മഹത്യ ചെയ്യാൻ പല വഴികളുണ്ട്, പല വഴികൾ ഉപയോഗിക്കാം. തൂങ്ങി മരിക്കാം, വെടിവെച്ച് മരിക്കാം, വിഷം കുടിച്ച് മരിക്കാം, കുത്തി മരിക്കാം, ഒരുപാട് വഴിക്ക് ജീവൻ കളയാം. പക്ഷെ കവയിത്രി തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രക്ഷുബ്ധമായ കടലിനെയാണ്. കടൽക്കരയിൽ വന്നിട്ട് കവയിത്രി കടലിനോട് പറഞ്ഞു, പ്രിയ കടലേ, ആത്മാവില്ലെങ്കിൽ എൻ്റെ ശരീരം നഗ്നമാണ്, ശരീരമില്ലെങ്കിൽ ആത്മാവും നഗ്നമാണ്. കരുണയുള്ള കടലേ, ഇതിലേതാണ് നിനക്ക് വേണ്ടത്? ഇപ്പോൾ കടൽ പറയുന്നു, പ്രിയ കമലേ, നിനക്ക് ആത്മാവുമുണ്ട് ശരീരവുമുണ്ട്, അത് രണ്ടുമില്ലാത്തതാരോ അവരെ ഞാൻ എടുത്തോളാം. ആത്മാവ് നഷ്ടപ്പെട്ട മനുഷ്യൻ എന്തിനു കൊള്ളാം? ഇതാണ് പ്രശ്നം. ഇത് വലിയ പ്രശ്നമായി ആധുനിക സമൂഹത്തിൽ ഇങ്ങനെ പ്രചരിച്ചും പ്രവർത്തിച്ചും കൊണ്ടേയിരിക്കുകയാണ്. ഈയിടെ ഏതാണ്ട് എൻ്റെ പ്രായമുള്ളൊരു കുടുംബനാഥൻ, അയാൾക്ക് ഒരു മകനും മകൻ്റെ ഒരു ഭാര്യയും. മകൻ്റെ ഒരു ഭാര്യയ്ക്ക് 20 വയസ്സുള്ള പെൺകുട്ടി. മകന് ഉദ്യോഗമൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, വീട് വെച്ചു കൊടുത്ത്, കല്യാണം കഴിച്ചു കൊടുത്ത് ഒക്കെ ചെയ്ത ഈ പിതാവാണ്. അപ്പോൾ മകൻ്റെ ഭാര്യയ്ക്ക് 20 വയസ്സുള്ള പെൺകുട്ടി, അവൾക്ക് 1 വയസ്സുള്ളൊരു കുഞ്ഞ്. ഇതാണ് ആ കുടുംബം. പക്ഷേ ഈ ഗൃഹനാഥന്, പ്രായമുള്ള ഇയാൾക്ക് ഡിമെൻഷ്യ എന്ന രോഗം ബാധിച്ചു. ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ മറവി രോഗമല്ല, ഒരാളെ കാണുന്ന സമയത്ത് മറ്റൊരാളായി തോന്നുക, ഇതാണ് ഡിമെൻഷ്യ. അപ്പോൾ ഈ 10, 68, 70 വയസ്സോളമുള്ള ഈ മനുഷ്യന് 20 വയസ്സുള്ള ഇയാളുടെ മകൻ്റെ ഭാര്യയെ കാണുന്ന സമയത്ത് തോന്നുന്നത് അയാളുടെ അമ്മയായിട്ടാണ്. അപ്പോൾ ഇയാൾ ഈ പ്രായമുള്ള ആൾ ഈ മകൻ്റെ ഭാര്യ 20 വയസ്സുള്ള പെൺകുട്ടിയുടെ സാരി തുമ്പിലൊക്കെ പിടിച്ച് അമ്മേ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കും. കുട്ടിക്ക്
ഭയങ്കര ബുദ്ധിമുട്ടായി, വലിയ ശല്യമായി. പ്രായമുള്ള ആൾ, ആ ഭർത്താവിൻ്റെ അച്ഛൻ ഇങ്ങനെ മനുഷ്യനെ 2 വയസ്സുള്ള കുട്ടി എങ്ങനെയാണോ ഒരു അമ്മയുടെ അടുത്ത് പെരുമാറുന്നത് അതുപോലെ ഇയാൾ പെരുമാറുന്നു. വലിയ ബുദ്ധിമുട്ടായി. അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ അച്ഛന് പ്രാന്താൻ തോന്നി, ഇതെന്താ സംഭവം, എന്നെ അമ്മയമ്മയെന്ന് വിളിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, പ്രായമൊക്കെ അല്ലേ, എനിക്ക് ലീവില്ലാത്തതുകൊണ്ടാണ്, ലീവ് കിട്ടുന്ന ദിവസം നമുക്ക് ഡോക്ടറെ കാണിച്ച് സമാധാനമൊക്കെ നീ ക്ഷമിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങളും കൊണ്ട് മുന്നോട്ട് പോയി. ഒരു ദിവസം ഈ കുട്ടികളുടെ കൂടെ പഠിച്ച കോളേജിലൊക്കെ പഠിച്ച പിള്ളേരൊക്കെ വന്ന് അന്നൊരു ചായ സൽക്കാരം നടക്കുക വീട്ടിൽ. ആ സമയത്തും ഇയാൾ ഓടി വന്നിട്ട് ഈ പെൺകുട്ടിയുടെ സാരി തുമ്പിൽ പിടിച്ച് 2 വയസ്സുള്ള കുഞ്ഞ് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ 70 വയസ്സ് പ്രായമുള്ള മനുഷ്യൻ 20 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയുടെ ചേലത്തമ്പ് പിടിച്ചുകൊണ്ട് പെരുമാറി. കുട്ടിക്ക് വലിയ നാണക്കേടായി, ഷെയിമായി. ഭർത്താവ് വരുമ്പോൾ കുട്ടിയെല്ലാം ഒരുങ്ങി നിന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് കുഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്യിച്ച് പെട്ടിയൊക്കെ ആക്കി കാത്തുക. എന്താ പ്രശ്നം വെച്ച് ഭർത്താവ് അവർ, ഞാനിനി നിൽക്കില്ല അവിടെ, ഞാനിനി ഇവിടെ താമസിക്കുന്ന പ്രശ്നമില്ല, നിങ്ങൾ ഈ റിലേഷൻ മുറിച്ച് കളഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, ബന്ധം അറ്റിച്ച് കളഞ്ഞാലും പ്രശ്നമില്ല, ഞാൻ പോകാമെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, ഒറ്റ കാര്യം, ഒരു ദിവസം മാത്രം, ഒരു ദിവസം സമയം താ, നാളെ കൊണ്ട് ഞാൻ പരിഹാരം ഉണ്ടാക്കി. അങ്ങനെ പിറ്റേന്നായപ്പോൾ അച്ഛനോട് പറഞ്ഞു, കുളിച്ച് കുപ്പായൊക്കെ ഇടാൻ പറഞ്ഞു. കുളിച്ച് കുപ്പായൊക്കെ ഇട്ടു. അച്ഛൻ ചോദിച്ചു, എവിടെ പോകുന്നു മോനെ? ഒരിടം വരെ പോകാനുണ്ട്, വാന്ന് പറഞ്ഞു. നേരെ കൂട്ടിക്കൊണ്ടുപോയി തൊട്ടപ്പുറത്തെ റെയിൽവേ സ്റ്റേഷനിൽ പോയി 2 ടിക്കറ്റ് എടുത്തു. ഒന്ന് ദേശവും ഭാഷയും ജനപഥവും കടന്നു പോകുന്ന, ഭാഷയും ജനപഥവും കടന്നു പോകുന്ന 5, 8, 9 സംസ്ഥാനങ്ങൾ പിന്നിട്ട് പോകുന്ന ഒരു മഹാനഗരത്തിൻ്റെ പേരിലുള്ള ടിക്കറ്റ്. ഇനിയൊന്ന് തൊട്ടപ്പുറത്തെ സ്റ്റേഷനിലേക്കുള്ള ടിക്കറ്റ്. ദീർഘദൂര വണ്ടി വന്ന് നിർത്തി. അതിനകത്ത് സ്മൃതിനാശം സംഭവിച്ച പിതാവിനെയും കൊണ്ട് കയറി ഈ ഭാഷയും ദേശവും കടന്നു പോകുന്ന മഹാനഗരത്തിൻ്റെ പേരിലുള്ള ടിക്കറ്റ് അച്ഛൻ്റെ പോക്കറ്റിലിട്ട് കൊടുത്ത് അടുത്ത സ്റ്റേഷനിൽ വണ്ടി നിർത്തിയപ്പോൾ മകൻ കൂളായി ഇറങ്ങിപ്പോന്നു. പട്ടിയെ നാട് കടത്തുന്നത് പോലെ, പൂച്ചയെ നാട് കടത്തുന്ന പോലെ മാതാപിതാക്കളെ നാട് കടത്താൻ മടിയില്ലാത്ത, സ്നേഹം എന്ന് പറയുന്ന തരിമ്പും തൊട്ട് തീണ്ടാത്ത ഒരു വിഭാഗം, ആത്മാവ് നഷ്ടപ്പെട്ടു പോയൊരു തലമുറ വരുന്നുവോ എന്ന് കവികൾ ഭയപ്പെടുന്നു. എല്ലാവരും അല്ല, അപൂർവം ആളുകളിൽ വിപുലമായി തന്നെ കണ്ടുവരുന്നു. അവിടെയാണ് മനുഷ്യൻ ആരാണ് എന്നറിയാൻ ഉസ്മാൻ മാഷ് വായനശാല സ്ഥാപിച്ചത്. അതിനു വേണ്ടിയാണ്. ഇവിടെ ഇന്നിപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ അനുസ്മരണമാണ് നടത്തുന്നത്. ഉസ്മാൻ മാഷ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടില്ല, നിർഭാഗ്യവശാൽ എനിക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല. ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. ഞാൻ ഈ ഭാഗത്തൊക്കെ പ്രസംഗിക്കാൻ വരുന്ന ആളാണ് പണ്ടൊക്കെ. ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. ഉസ്മാൻ മാഷ് മെനക്കെട്ടത്, അധ്വാനിച്ചത്, നല്ല മനുഷ്യനെ സൃഷ്ടിക്കാൻ ഈ ഒരൊറ്റ വഴിയേ സാധിക്കൂ. അത് പുസ്തകങ്ങൾക്കകത്താണ്. അതിനാണ് വായനശാല. ഇതിനകത്താണ് പുസ്തകം എന്ന് പറഞ്ഞാൽ വെറും കടലാസ് മാത്രമല്ല. അതിനകത്ത് കിടക്കുന്നത് ചരിത്രമായാലും ഫിക്ഷനായാലും കഥകളായാലും നമ്മുടെ ജീവിച്ചു മരിച്ച മനുഷ്യരുടെ കഥകളാണ്. അവർ പൊരുതിയ പോരാട്ടങ്ങളുടെ വഴികളാണ്. അവർ അനുഭവിച്ച സംഘർഷാത്മകമായ ജീവിതത്തിൻ്റെ ആകത്തുകയാണ് ഇതിനകത്തുള്ളത്. ഇത് കുട്ടികൾ വായിച്ചെങ്കിൽ മാത്രമേ കുട്ടികളിലേക്ക് മാനവികത എന്ന് പറയുന്ന വികാരം കടന്നു വരൂ. മനുഷ്യൻ എന്ന വികാരം കടന്നു വരണമെങ്കിൽ അവിടേക്ക് പോകണം, വായനശാലയിൽ. അവിടെയാണ് ചരിത്രത്തിൻ്റെ പുസ്തകങ്ങളിൽ കുട്ടികൾ നിർഭാഗ്യവശാൽ വായിക്കുന്നില്ല. എന്ത് ചെയ്യാം, ചരിത്രം കുട്ടികൾ പഠിക്കുന്നില്ല, ഫിക്ഷനും വായിക്കുന്നില്ല, ഫോണും തോണ്ടി മാത്രം നടക്കുന്നു. നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ എക്സ്കർഷനൊക്കെ തെക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളോട് പറയും, മക്കളെ നിങ്ങൾ ആ ആലപ്പുഴ ഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ, എറണാകുളം തിരുവനന്തപുരം ഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ തോപ്പുംപടി പാലം കടന്നു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തൊരു പ്രദേശമുണ്ട്, ചേർത്തല എന്ന് പറയുന്നൊരു പ്രദേശം. അവിടെ എത്തുമ്പോൾ നിങ്ങൾ വണ്ടി നിർത്തണം, നിങ്ങൾ അവിടെ ഇറങ്ങണം, ആ മണ്ണ് തൊട്ട് വണങ്ങണം. ആ മണ്ണ് അത്രമാത്രം ചരിത്ര പ്രാധാന്യമുള്ളൊരു മണ്ണാണ്. പണ്ട് കാടത്തപൂർണമായൊരു നിയമം ഉണ്ടായിരുന്നു. മുലക്കരം കെട്ടുക എന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും ഇല്ലാത്തൊരു നിയമം. അവിടെ CI എന്ന് പറയുന്നൊരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് മുലക്കരം പിരിക്കാൻ നാടുവാഴിയുടെ കിങ്കരൻ വന്നപ്പോൾ അവൾ പറഞ്ഞു, അവിടെ ഇരിക്കുന്നു പറഞ്ഞു. അപമാനഭാരം സഹിച്ചുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞു, അവിടെ ഇരിക്കുന്നു പറഞ്ഞ് പുറകെ പോയി ഒരു വലിയ വാഴയില വെട്ടിക്കൊണ്ടുവന്ന് നീളത്തിൽ അങ്ങോട്ട് വിരിച്ചു. എന്നിട്ട് കൂർത്തുമൂർത്ത അരിവാള് കൊണ്ട് സ്ഥലമരിഞ്ഞ് ഒരെണ്ണം അവൻ്റെ മുഖത്തെറിഞ്ഞു കൊടുത്തു, മറ്റേത് ഇലയിലിട്ട് കൊടുത്തു, നാടുവാഴിക്ക് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ ചോര ചീറ്റി മരിച്ച സ്വാതന്ത്ര്യപ്രേമിയായ ഒരു പെൺകുട്ടിയുടെ മണ്ണാണ് ചേർത്തല. ആ മണ്ണ് തൊട്ട് വണങ്ങിയേ പോകാവൂ. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ എറണാകുളം ജില്ലയിൽ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, വൈക്കം ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ പുറകിൽ ഒരു റോഡുണ്ട്. ആ റോഡൊന്ന് തൊടണം, അതൊന്ന് വണങ്ങണം. കാരണം പൂർവികർ കേരളം കണ്ട ഏറ്റവും മഹത്തായ സമരം, മനുഷ്യനായി ജീവിക്കാനുള്ള മഹത്തായ സമരം, 802 ദിവസം നീണ്ടുനിന്ന സമരം നടന്നത് ആ മണ്ണിലാണ്. ആ സമരയോദ്ധാക്കളെ പിടിച്ചു കൊണ്ടുപോയിട്ട് കണ്ണിൽ ചുണ്ണാമ്പെഴുതിയിട്ടുണ്ട്. കണ്ണിൽ ചുണ്ണാമ്പെഴുതാന്ന് പറഞ്ഞാൽ അപ്പം പൊട്ടിപ്പോകും കണ്ണ്. ആസിഡ് ഒഴിച്ചതിനേക്കാൾ ക്രൂരമാണ്.
അത്ര ഭീകരമായ പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് നടന്ന സമരമാണ്. എന്താണ് സമരം? ആ റോഡിലൂടെ പണ്ട് പട്ടിക്കും പൂച്ചക്കൊക്കെ നടക്കാമായിരുന്നു, നടക്കാം, പെടുക്കാം, കിടക്കാം, പക്ഷെ മനുഷ്യന് നടന്നുകൂടാ. മനുഷ്യനും ഈ വഴിയിലൂടെ നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ സമരം നടന്നു. അതിൻ്റെ പരിസമാപ്തിയിൽ ആ സമരത്തിൻ്റെ സന്ധി സംഭാഷണത്തിനായി വന്നത് മഹാനായ ഗാന്ധിജിയാണ് വിളിച്ചു കൊണ്ടുവന്നത്. ഗാന്ധിജി വന്നപ്പോൾ ഇതുപോലെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ സൗകര്യമൊന്നും അവിടെയില്ല, ചർച്ചയ്ക്ക് പറ്റുന്ന സ്ഥലമില്ല. ആകെ ഒരു സൗകര്യമുള്ളത് ഇണ്ടത്തുരുത്ത് നമ്പൂതിരി എന്ന് പറയുന്ന വലിയൊരു സവർണൻ്റെ വീട് മാത്രമാണ്. അപ്പോൾ അവനോട് ആളുകൾ പറഞ്ഞു, നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ ഗാന്ധിജിയോ ഇരുത്തിയിട്ട് നമുക്ക് ഈ സന്ധി സംഭാഷണം നടത്തണം. അയാൾ പറഞ്ഞു, കുഴപ്പമില്ല, പക്ഷെ ഒരു കാര്യം, ഞാൻ ഗാന്ധിജിയെ പുരേൻ്റെ അകത്ത് കയറ്റില്ല. അപ്പോൾ ഇവർ ചോദിച്ചു, എന്തായി പറയുന്നത്? ലോകമാരാധിക്കുന്ന മഹാമനുഷ്യൻ, വിശ്വമാനവികൻ, ഈ മനുഷ്യനെ കേട്ടില്ല. ഇല്ല, ഞാൻ കേട്ടില്ല, അയാൾ താഴ്ന്ന ബ്രാഹ്മണനാണ്, ഗുജറാത്തി ബ്രാഹ്മണനാണ്, ഞാൻ കേരളീയ ബ്രാഹ്മണനാണ്, മുന്തിയ ബ്രാഹ്മണൻ, അകത്ത് കേട്ടില്ല. അകത്ത് കയറ്റിയില്ല. ഗാന്ധിജിയെ പുരേൻ്റെ അകത്ത് കയറ്റാത്ത നാടാണ് കേരളം. കയറ്റിയില്ല. രണ്ടുപേരിരുന്നു. അയാളുടെ വീട്ടുമുറ്റത്ത് കരിങ്കൽ കൊണ്ട് 2 പീഠങ്ങൾ കൊത്തിയുണ്ടാക്കി ഈ ഇണ്ണത്തുരുത്ത് നമ്പൂതിരിയുടെ വീട്ടുമുറ്റത്ത് അപ്പുറത്തും ഇപ്പുറത്തുമായി സ്ഥാപിച്ചു. ഒന്നിൽ മഹാനായ ഗാന്ധി ഇരുന്നു, മറ്റൊന്നിൽ കാലമെന്നോ ചുരുട്ടി ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ ഇണ്ടത്തുരുത്ത് നമ്പൂതിരിയും ഇരുന്നു. സംഭാഷണം ആരംഭിച്ചു. ഇണ്ടത്തുരുത്ത് നമ്പൂതിരി പറഞ്ഞു, നോക്കൂ, ഈ അവർണനെ, പുലയൻ, മറ്റ് താഴ്ന്ന ജാതിക്കാരൻ, മലയൻ, പുലയൻ എന്ന് പറയുന്ന ഈ താഴ്ന്ന ജാതിക്കാരെയൊക്കെ തല്ലാനും കൊല്ലാനും ചവിട്ടി ചെളിയിൽ താഴ്ത്താനുമുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ദൈവം തന്നതാണ്, ഞങ്ങളത് നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കും. ആരോടാ പറയുന്നത്? ഗാന്ധിജിയോടാണ് പറയുന്നത്. ഗാന്ധിയുടെ മുന്നിലൊരു പല്ലില്ല. ആ പല്ല് പോയ നൊണ്ണ് കാട്ടി നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് മഹാനായ ഗാന്ധി പറഞ്ഞു, നോക്കൂ, നിങ്ങൾ അവർണൻ എന്ന് പറഞ്ഞ് തള്ളിയിരിക്കുന്ന ഈ മഹാജനക്കൂട്ടം, അവർ പറയുന്നു ഈ സവർണനായ നമ്പൂതിരി സമുദായങ്ങളെയും അതുപോലെ ആളുകളെയൊക്കെ തല്ലാനും കൊല്ലാനുമുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കും ദൈവം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ എവിടെ എത്തും? ചർച്ച തോറ്റുപോയി, ചർച്ച പരാജയപ്പെട്ടു പോയി. 802 ദിവസം ഇതിഹാസപൂർണമായി കടത്തിവിട്ട ആ സമരം പൊട്ടിപ്പോയി. അങ്ങനെ ഗാന്ധി തിരിച്ചുപോയി. പക്ഷേ ആ സമരം അഴിച്ചുവിട്ട അതിൻ്റെ വെള്ളി വെളിച്ചം ഇരുട്ട് കട്ട കെട്ടിക്കിടക്കുന്ന എല്ലാ കോട്ടകളിലും ചെന്നിട്ടിച്ചു. തൊട്ടപ്പുറത്ത് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നെയ്യാറ്റിൻകര എന്നൊരു പ്രദേശം, തിരുവനന്തപുരത്തിന് തൊട്ടപ്പുറത്ത്, അവിടെ വലിയൊരു ചന്ത നടക്കുകയാണ്. കേരളം മാറി വന്ന ചരിത്രമാണ് ഞാനീ പറയുന്നത്. ഇതൊക്കെ ഈ പുസ്തകശാലയിലുണ്ട്. നമ്മൾ ഉസ്മാൻ മാഷ് ഉണ്ടാക്കി വെച്ച പുസ്തകശാലയിലുണ്ട്. കുഞ്ഞുങ്ങളെടുത്ത് വായിക്കണം. വായിച്ചെങ്കിൽ മാത്രമേ നിങ്ങളിൽ മാനവികത ഉണരൂ, നിങ്ങളിൽ ചരിത്രബോധമുണ്ടാവൂ. നിങ്ങൾക്ക് ഈ മണ്ണിനോട് എന്തെങ്കിലും കൂറുണ്ടാവണമെങ്കിൽ അത് വായിച്ചേ മതിയാവൂ. തൊട്ടപ്പുറത്ത് നെയ്യാറ്റിൻകര, അവിടെ ഒരു പെൺകുട്ടി, 19-20 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടി എന്തോ ഒരു സാധനം വാങ്ങാൻ വന്ന ആ ചന്തയിൽ ഉച്ച സമയത്ത്. പണ്ട് കാലത്തൊക്കെ ചന്തയാണ്, മുതിർന്നവർക്കൊക്കെ അറിയാം, കുട്ടികൾക്ക് അറിയില്ലെങ്കിലും. അവിടെ ആ കന്നുകാലി ചന്തയുണ്ടാകും. അതുപോലെ നമുക്ക് വേണ്ടുന്ന എല്ലാ വിഭവങ്ങളും, ഒരു വർഷത്തേക്ക് വേണ്ടുന്ന വിഭവങ്ങളൊക്കെ വാങ്ങാം, നമ്മളുടെ പലതും വിൽക്കാം. ഇങ്ങനെയാണ് ചന്ത. അപ്പം ചന്നാർ സമുദായത്തിൽപ്പെട്ട ഈ പെൺകുട്ടിയാണ് വന്നിരിക്കുന്നത്. ഈ കുട്ടി വന്നത് ഒരു തുണി കൊണ്ട് മറച്ചുകൊണ്ടാണ്. സാധാരണഗതിയിൽ ചന്നാർ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് അന്ന് മറയ്ക്കാൻ പാടില്ല, അലിഖിത നിയമമാണത്. അപ്പോൾ ഈ കുട്ടി അല്പം വിദ്യാഭ്യാസം നേടിയ കുട്ടിയും എന്തോ കാശൊക്കെ ഉള്ള ഒരു കുടുംബത്തിലെ കുട്ടിയായിരുന്നു. അങ്ങനെ എന്തോ തുണി വാങ്ങി, അന്ന് ബ്ലൗസ് തയ്ക്കുന്ന തയ്യൽക്കാരൊക്കെ കുറവാണ്. എങ്ങനെ ഒരു പുതപ്പ് പോലെ പുതച്ചുകൊണ്ടാണ് ഈ കുട്ടി വന്നത്. അപ്പോൾ ഈ സവർണം കണ്ടു, എന്ത് ചന്നാർ സമുദായത്തിൽപ്പെട്ട പെണ്ണ് മറയ്ക്കോ? അയാൾ ചാടി വീണു പകൽ വെളിച്ചത്തിൽ. ഈ മനുഷ്യരാശി കണ്ടുകൊണ്ടിരിക്കെ പറിച്ച് കീറിക്കളഞ്ഞു പെൺകുട്ടിയുടെ വസ്ത്രം. മേൽവസ്ത്രം മാത്രമല്ല, പിടിവലിയിൽ അടിവസ്ത്രം പോലും പറിച്ച് കീറിക്കളഞ്ഞു. പൂർണ്ണ നഗ്നയായി, നൂൽബന്ധം പോലും ഇല്ലാതെ 10-20 വയസ്സുള്ള പ്രായമുള്ളൊരു കുട്ടി നട്ടുച്ചയ്ക്ക് ചന്തയിൽ പുരുഷാരങ്ങൾക്ക് നടുവിൽ വീണ് കിടന്നു. ആരും അരുതേ എന്നൊരു വാക്ക് പറഞ്ഞില്ല. ആരെങ്കിലും അരുതേ എന്നൊരു വാക്ക് പറഞ്ഞാൽ പറയുന്നവൻ്റെ ജഡം, തലയില്ലാത്തടി തൊട്ടപ്പുറത്തെ നെയ്യാറ്റിൻകര ആറ്റിലൂടെ ഒഴുകുമെന്ന് അവനറിയാം. ആരും വേണ്ടിയില്ല. പണ്ട് ഇതിഹാസത്തിൽ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന സന്ദർഭത്തിൽ ദുശാസനൻ വസ്ത്രങ്ങൾ പറിച്ചു കീറുന്ന സമയത്ത് മറയിൽ നിന്നുകൊണ്ട് ദ്രൗപദിക്ക് വസ്ത്രം നെയ്തെറിഞ്ഞു കൊടുക്കാൻ ഒരു ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു. ചരിത്രത്തിലല്ല, കഥയിലെങ്കിലും. പക്ഷേ ഇവിടെ 100 കൊല്ലങ്ങൾക്കപ്പുറത്തുള്ളൊരു ചരിത്രത്തിൽ പൂർണ്ണ നഗ്നയാക്കപ്പെട്ട ഒരു പെൺകുട്ടി മണ്ണിൽ കിടന്ന് പിറങ്ങി കണ്ണീരും വേർപ്പും കൊണ്ട് മണ്ണിനെ വസ്ത്രമാക്കി കൊടുത്തുകൊണ്ട് ചണ്ടാള ഗ്രാമത്തിലേക്ക് അലമുറയിട്ട് ചെന്നു. പെണ്ണിൻ്റെ നിലവിളി ചണ്ടാള ഗ്രാമത്തിൽ എത്തേണ്ട താമസം. അവിടെ നിന്നൊരു പന്തം പുറപ്പെട്ടു, തീപ്പന്തം. അത് നേരെ വന്ന് തമ്പുരാൻ്റെ കോട്ടയ്ക്ക് തീ പിടിച്ചു.
കോട്ട കെടുത്തിയപ്പോൾ കോട്ടയിൽ നിന്ന് തീ കൊത്തളത്തിലേക്ക് പാഞ്ഞു, കൊത്തളം കെടുത്തിയപ്പോൾ കോട്ടയിലേക്ക് പാഞ്ഞു. 6 മാസത്തേക്ക് ചണ്ടാളന്റെ തീ അണഞ്ഞില്ല. മുട്ടുമടക്കി, നാടുവാഴി മുട്ടുമടക്കി. ചന്നാർ സമുദായത്തിൽപ്പെട്ട പെണ്ണിനും മാറുമറയ്ക്കാം. കേരളം മാറുക, ഇടിച്ച് നിരത്തിക്കൊണ്ട് വലിയ മുന്നേറ്റം, നാടകരംഗത്തുള്ള മുന്നേറ്റം അതിഭയങ്കരമായി. നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട പെണ്ണിന് സ്വാതന്ത്ര്യമെന്നത് തൊട്ടു തീണ്ടിയിട്ട് പോലുമില്ല. നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട പെണ്ണിനും നാവുണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് VT ഭട്ടതിരിപ്പാട് വലിയൊരു പടപ്പുറപ്പാട് ആരംഭിച്ചു നാടകം കൊണ്ട്. അതിൻ്റെ കൂടെ തൊട്ടുപുറകിലായി നമ്മുടെ എഴുത്തുകാരൊക്കെ നാടകവുമായി വരാൻ തുടങ്ങി. കേദാമോദരൻ എന്ന് പറയുന്ന വലിയൊരു എഴുത്തുകാരൻ, 50ഓളം തത്വശാസ്ത്ര ഗ്രന്ഥങ്ങൾ എഴുതിയ വലിയ മനുഷ്യനാണ്. പക്ഷെ 50 തത്വശാസ്ത്ര ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടും എൻ്റെ ജനതയെ എനിക്ക് ഉണർത്താൻ കഴിഞ്ഞില്ല എന്ന തോന്നലിൽ നിന്നാണ് അദ്ദേഹം പാട്ടബാക്കി എന്ന നാടകം എഴുതുന്നത്. പാട്ടബാക്കി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, പഴയ ആളുകൾക്കൊക്കെ അറിയാം. കാരണം അന്ന് ഭൂമി സാധാരണ മനുഷ്യർക്ക് ആർക്കും ഇല്ല. ഭൂമി മുഴുവൻ ജന്മിക്കോ അല്ലെങ്കിൽ ദേവസ്വത്തിനേ ഉള്ളൂ. ജന്മിയുടെ പറമ്പിലാണ് കൂര കെട്ടി കുടിയാന്മാരൊക്കെ പാർക്കുന്നത്. എന്തെങ്കിലും അഹിതം തോന്നിക്കഴിഞ്ഞാൽ ജന്മി അവൻ്റെ വീട് എന്ന് പറഞ്ഞുകൂടാ, ഓല കുത്തി മറച്ചുള്ള ചില വീടുകളാണ്, അത് പറിച്ചെറിഞ്ഞ് കളയും. അവിടെയൊക്കെ അക്രമങ്ങൾ അഴിച്ചു വിടും. കൊന്നാലും എന്ത് ചെയ്താലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത കാലം. അവിടെയാണ് പാട്ടബാക്കി എന്ന നാടകവുമായി കേദാമോദരൻ വരുന്നത്. അതേ പാലക്കാട്ട് നമ്മുടെ അവാർഡ് ജേത്രിയുടെ നാട്ടിൽ മണ്ണാർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നാടകത്തിൽ ജന്മിയുടെ പുത്രൻ ഈ ഒരു കുടിയാൻ്റെ വീട്ടിലേക്ക്, വീടെന്ന് പറഞ്ഞുകൂടെ, ഞാൻ പറഞ്ഞില്ലേ, ഓല കുത്തി മറച്ച ആ ചെറിയ ഷെഡിനകത്തേക്ക് വരികയാണ്. ജന്മിയുടെ പുത്രൻ അവൻ നായാട്ടിന് പോയിട്ട് വരുന്ന വഴി അടക്കിയായിട്ട് 10-13 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അപ്പം അവനോട് കയറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ള എല്ലാവർക്കും അറിയാം. ചരിത്രത്തിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവനെ കയറി വന്ന് ആ കുട്ടിയുടെ കൈക്ക് പിടിച്ചു, ചെറിയ കുഞ്ഞിൻ്റെ കൈക്ക് പിടിച്ചു. നാടകം ഇങ്ങനെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാടകം കണ്ടുകൊണ്ടിരിക്കുക നാടകം എന്ന കലയെ മറന്നു. ഇത് ജീവിതമാണല്ലോ എന്ന തോന്നലിൽ നിന്ന് കുട്ടി ഹസൻ എന്ന് പറയുന്ന ഒരു കാഴ്ചക്കാരൻ അരയിൽ നിന്ന് കട്ടാര കത്തിയെടുത്ത് അരങ്ങിലേക്ക് എറിഞ്ഞു കൊടുത്തു, പറഞ്ഞു, കുത്തിപ്പൊളത്തടേ ആ പന്നിയെ. ഒരു നാടകമുണ്ടാക്കിയ മാറ്റമാണ് കേരളത്തിൽ. അങ്ങനെ കേരളത്തെ തച്ചുടച്ച് മാറ്റിയെടുത്ത് നല്ല മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള വലിയ നവോത്ഥാനത്തിൻ്റെ യാത്രയിൽ കൂടെ നിന്ന കലാരൂപമാണ് നാടകവും കഥാപ്രസംഗവും ഒക്കെ. ചരിത്രത്തിൻ്റെ വലിയ ഏടുകൾ ഇങ്ങനെയൊക്കെ പടുത്തുയർത്തി തച്ചുടച്ച് മാറ്റിയെടുത്ത ഒരു ജനത അതിൽ നിന്നെല്ലാം തിരിച്ചു പോകുന്നുവോ എന്ന ഭീതി. ചരിത്രം മുന്നോട്ട് മാത്രമേ യാത്ര ചെയ്യൂ. ലോക ചരിത്രം എടുത്ത് വായിക്കുന്ന ഏവർക്കും അറിയാം, ചരിത്രം മുന്നോട്ടേ പോകൂ. ഒരിക്കലും മുന്നോട്ട് പോയ ചരിത്രം പിറകോട്ട് വരില്ല. പക്ഷെ ചിലപ്പോൾ ചരിത്രം നിശ്ചലമായി നിന്നേക്കും. തടാകത്തിലെ ജലം പോലെ നിശ്ചലമായി നിന്നേക്കും. അങ്ങനെ നിശ്ചലമായി നിൽക്കുന്നൊരവസ്ഥയാണോ പുതിയ കാലത്തിൻ്റെതെന്ന് ആളുകൾ ഭയപ്പെടുകയാണ്. പക്ഷെ എന്നിരുന്നാലും പുതിയ തലമുറയിൽ പ്രതീക്ഷ നഷ്ടപ്പെടാൻ ഇടയായിട്ടില്ല. 2018 പത്രത്തിൽ വായിച്ചപ്പോൾ തന്നെ എനിക്ക് എന്തെന്നില്ലാത്ത ആവേശമാണ് തോന്നിയത്. ഞാൻ കണ്ടുവെച്ച കാഴ്ചകളെല്ലാം മങ്ങുകയാണല്ലോ, എനിക്ക് ശുഭാപ്തിയുടെ വിശ്വാസമാണല്ലോ ഈ കുഞ്ഞ് തരുന്നതെന്ന വലിയ ഊർജമാണ് ആ വായനയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. കൃഷ്ണാനദി കവിഞ്ഞൊഴുകയാണ്. പ്രളയജലം കൃഷ്ണാനദി നദി കാണുന്നില്ല. നദിയുടെ അപ്പുറത്ത് ഒരു ആംബുലൻസ് അലറി വിളിച്ചു വന്നു നിന്നു. അതിൻ്റെ അകത്തൊരു ജീവനുണ്ട്. നദിയുടെ പാലം കാണുന്നില്ല. അപ്പോഴാണ് 12 വയസ്സുള്ളൊരു ചെറുക്കൻ ചാടി വീണ് കഴുത്തറ്റം കുലം കുത്തി പരന്നൊഴുകുന്ന മഹാനദിയിലൂടെ ആംബുലൻസിന് വഴി കാണിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ എഡ്ജിലൂടെ അവൻ്റെ കാലൊന്ന് തെന്നിയാൽ മതി, കുലം കുത്തിപ്പായുന്ന നദി അവനെയും കൊണ്ടുപോകും. അവൻ്റെ ജഡം പോലും കിട്ടില്ല, അതങ്ങ് അറബിക്കടലിലെത്തിക്കും. പക്ഷെ അതെല്ലാം മറന്നുകൊണ്ട് ആ ആംബുലൻസിന് വഴി കാണിക്കുന്ന കുഞ്ഞ് പുതിയ കാലത്തിൻ്റെ വലിയ പ്രതീക്ഷ നൽകുന്നു. ഞാൻ പ്രസംഗം നീട്ടുന്നില്ല, നിർത്തുകയാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. 3-4 മെഴുകുതിരി കത്തിച്ചുകൊണ്ടൊരു കുഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ അതിലൊരു മെഴുകുതിരി കെടുകയാണ്. കെടുമ്പോൾ കുട്ടി അതിന് പരമാവധി പിടിച്ചു നിർത്തി, കെടരുത്. അപ്പോൾ ആ മെഴുകുതിരി കുഞ്ഞിനോട് പറഞ്ഞു, നോക്കൂ, എൻ്റെ പേര് ധർമ്മം എന്നാണ്, അത് ഈ ഭൂമിയിലില്ല, പിന്നെ ഞാനെന്തിന് ജീവിക്കണം, ഞാൻ പോവുകയാണ്. അത് കെട്ടുപോയി. മറ്റൊരെണ്ണം കെടാൻ പോകുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ തുടങ്ങി. അത് പറഞ്ഞു, നോക്കൂ, ഞാൻ എന്തിന് ജീവിക്കണം, സത്യമാണ് എൻ്റെ പേര്, സത്യം ഇവിടെയില്ല, അതാ ഞാനും പോകുന്നു. അതും കെട്ടോ. മറ്റേത് നീതി, അത് പിടിച്ചു നിർത്താൻ പരമാവധി ശ്രമിച്ചു, നിന്നില്ല. അത് പറഞ്ഞ് നീതിയാണ്. എവിടെ നീതി? അന്യായങ്ങളുടെ പെരുമഴ പെയ്യുന്ന ഈ നാട്ടിൽ ഞാനെന്തിന് ജീവിക്കണം, അതും കെട്ടുപോയി. ഇനി 4മതൊരെണ്ണം അങ്ങനെ ആളിക്കത്തുക. കുട്ടി അതിനെ
കൈകൊണ്ട് തടുക്കാൻ നിന്നില്ല, അത് കിടന്നെങ്കിൽ കിടട്ടെ എന്ന് അതിങ്ങനെ ആളിക്കത്തുന്നു, കാറ്റടിച്ചിട്ടും ആളിക്കത്തുന്നു. അപ്പോൾ കുട്ടി ചോദിച്ചു, എന്തേ നിനക്ക് അണഞ്ഞു പോകണ്ടേ, നിനക്ക് കെട്ടുപോകണ്ടേ? അപ്പം അത് പറഞ്ഞു, നോക്കൂ, എനിക്ക് അണയാൻ പറ്റില്ല. എൻ്റെ പേര് എക്സ്പെക്റ്റേഷൻ എന്നാണ്, പ്രതീക്ഷ എന്നാണ്. എനിക്ക് അണയാൻ പറ്റില്ല. ആ മെഴുകുതിരിയായി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കാണാം. കുഞ്ഞുങ്ങളെ ഉസ്മാൻ മാഷിനെ പോലുള്ള മഹാനായ മനുഷ്യൻ സ്ഥാപിച്ച വായനശാലയുടെ മുറ്റത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോയി ഓരോ പുസ്തകങ്ങളെടുത്ത് വായിച്ചുകൊണ്ട്, കഥയും കവിതയും വായിച്ചുകൊണ്ട്, ചരിത്രം വായിച്ചുകൊണ്ട് മനുഷ്യനാക്കി മാറ്റാനുള്ള മഹായത്നത്തിൽ പങ്കാളിയാവാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. അഭിവാദനങ്ങൾ. അടുത്തത് നമ്മുടെ അവാർഡ് നിർണയ കമ്മിറ്റി അംഗവും ഗ്രന്ഥകാരനുമായ ശ്രീ എ പി കുഞ്ഞാമു സാർ സംസാരിക്കുന്നു. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇവിടെ അത്യുജ്വലമായ ഒരു പ്രഭാഷണം ചന്ദ്രശേഖരൻ തിക്കോടി നടത്തി. അദ്ദേഹം അവസാനിപ്പിച്ചത് അണഞ്ഞു പോവാൻ പാടില്ലാത്ത പ്രതീക്ഷ എന്ന മെഴുകുതിരിയെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. ഉസ്മാൻ മാസ്റ്റർ ആ പ്രതീക്ഷ എന്ന മെഴുകുതിരിയാണ് എളേറ്റിൽ ദേശത്തിൽ കൊളുത്തി വച്ചത്. ആ മെഴുകുതിരിയുടെ നാളം എല്ലാ കാലത്തും അണയാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ ഈ പുസ്തകം തിരഞ്ഞെടുത്ത വിധി നിർണയ കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു. കുറേ പുസ്തകങ്ങൾ, ഈ പുസ്തകങ്ങളിൽ നിന്ന് ഇവിടെ ബഹുമാന്യനായ MLA മുനീർ സാഹിബ് പറഞ്ഞ പോലെ പ്രകൃതിയെയും ലോകത്തെയും തിരിച്ചറിയാനുള്ള ഒരു കുട്ടിയുടെ ശ്രമം, അതൊരു ഭ്രമാത്മക കൽപ്പനയിലൂടെയാണ് ആ ശ്രമം നടന്നത്. ഹുപ്പോ എന്നൊരു കിളി, ഈ ഹുപ്പോ എന്ന കിളിയും ഇവിടെ ചന്ദ്രശേഖർ മാസ്റ്റർ പറഞ്ഞ പ്രത്യാശയുടെ വെളിച്ചം പ്രസരിപ്പിക്കുന്ന ഒരു പക്ഷിയാണ്. നമ്മുടെ ജീവിതത്തിലുടനീളം പ്രത്യാശ ഒരു നിരന്തര സാന്നിധ്യമായി വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ നമുക്കൊക്കെ ചെയ്യാനുള്ളൂ. ഇവിടെ ഉസ്മാൻ മാസ്റ്റർ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് എല്ലാ കൊല്ലവും ഞാൻ പങ്കെടുക്കാറുണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാറുമുണ്ട്. ഉസ്മാൻ മാസ്റ്റർ വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് വ്യക്തിപരമായി ബന്ധമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട പലരുമായും എനിക്ക് വ്യക്തിപരമായ ബന്ധമുണ്ട്. ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗത്ത് അദ്ദേഹം അർപ്പിച്ച സേവന മനോഭാവത്തിൻ്റെയും ത്യാഗ മനസ്കതയുടെയും ഒക്കെ ഒരു ഓരം പറ്റി നടന്നു പോയ ഒരാളെന്ന നിലയിൽ കൂടി തീർച്ചയായും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് എൻ്റെ ജീവിതത്തിലൊരു അനിവാര്യതയായി മാറുന്നു എന്നതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇവിടുത്തെ പരിപാടിയിലൊന്നും പങ്കെടുക്കാനില്ല, എങ്കിലും ഞാൻ ഫൈസലിനോട് പറഞ്ഞാണ് ഞാൻ വരുന്നുണ്ട്. ആ വരുന്നത് തന്നെ എൻ്റെ ഒരു ചുമതലയായി, കടമയായി അവശേഷിക്കുന്നു. കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഉസ്മാൻ മാസ്റ്ററുടെ സ്മരണ ഈ ദേശത്ത് എല്ലാ കാലത്തും ഉണ്ടാവും. ഈ ദേശത്തിനപ്പുറത്തേക്കും ആ സ്മരണ വ്യാപിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ പുരസ്കാരം നേടിയ ശ്രീകലാമേനോൻ തീർച്ചയായും മലയാള സാഹിത്യരംഗത്ത് കൂടുതൽ പ്രതീക്ഷാജനകമായ രചനകളുമായി കൂടുതൽ ഇനിയും മലയാള സാഹിത്യത്തിന്, നമ്മുടെ സമൂഹത്തിനും സേവനമർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ മുഹമ്മദ് അലി ആശംസകൾ നേരുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ കാനേഷ് പൂനൂർ, ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ MK മുനീർ സാഹിബ്, മുഖ്യാതിഥിയായി പങ്കെടുത്ത നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദത്ത്, അനുസ്മരണ പ്രഭാഷണം നടത്തിയ AP കുഞ്ഞാമു, മുഖ്യ പ്രഭാഷണം നടത്തിയ ചന്ദ്രശേഖരൻ തിക്കോടി, ആശംസകൾ അറിയിക്കാനിവിടെയുള്ള കാനേഷ് പൂനൂർ,
പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗം റസീന മെമ്പർ, ഇവിടെ നിന്നും അവാർഡ് ഏറ്റുവാങ്ങിയ ശ്രീകല, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഉസ്മാൻ മാഷെ പറ്റി പറയുക എന്ന് വെച്ചാൽ ഒരുപാട് പറയാനുണ്ട്. എൻ്റെ അനുഭവത്തിൽ പൂളപ്പോൽക്കാരും ഞങ്ങളും ബന്ധമാണ് എന്ന് വരെ അറിയിച്ചു തന്ന മനുഷ്യൻ അദ്ദേഹമാണ്. എവിടെ കണ്ടാലും കെട്ടിപ്പിടിച്ച് തലയിൽ കൈവച്ച് ഒരു ആശീർവാദം തന്നിട്ടല്ലാതെ വിടലില്ലായിരുന്നു. അദ്ദേഹം എളേറ്റിൽ വട്ടോളിയിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അടയാളപ്പെടുത്തുമാറ് രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ലൈബ്രറി. അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് അദ്ദേഹം മുന്നിൽ നിൽക്കുകയും, നമുക്കറിയാം വയസ്സായി നിൽക്കുമ്പോൾ പോലും വാദിയുസ്നയിൽ പോയി ഒരു പ്രതിഫലമൊന്നുമില്ലാതെ അവിടുത്തെ കുട്ടികളെ പരിചരിച്ച് നമ്മുടെ നാടിനൊരു മാതൃക തന്നെ കാണിച്ചു തന്ന ഒരു മഹാമനുഷ്യനാണ് ഉസ്മാൻ മാഷ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം നല്ല രീതിയിൽ സന്തോഷകരമാക്കി മാറ്റട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ആശംസകൾ നേർന്നുകൊണ്ട് കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി റസീന പൂക്കോട്ട് സംസാരിക്കുന്നു. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ അവാർഡ് ദാന ചടങ്ങിൻ്റെ അധ്യക്ഷൻ കാനേഷ് പൂനൂർ അവർകൾ, ഈ അവാർഡ് ദാന ചടങ്ങ് നടത്തിയ നമ്മുടെ കൊടുവള്ളിയുടെ ബഹുമാന്യനായ MLA ഡോക്ടർ മുനീർ സാഹിബ് അവർകൾ, അവാർഡ് സ്വീകരിച്ച ശ്രീ കലാമേനോൻ, മുഖ്യ പ്രഭാഷണം നടത്തിയ ചന്ദ്രശേഖരൻ തിക്കോടി, അതുപോലെ വിശിഷ്ട അതിഥി സാജിദത്ത് അവർകൾ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, എൻ്റെ കുടുംബാംഗങ്ങളെ, ഉസ്മാൻ മാസ്റ്റർ ഫൗണ്ടേഷനും അതുപോലെ ഗ്രാമീണ ഗ്രന്ഥശാലയും ചേർന്ന് നടത്തിയ ഈ അവാർഡ് ദാന ചടങ്ങ് വാങ്ങാനെത്തിയ ഈ വിശിഷ്ട വ്യക്തി ശ്രീ കലാമേനോന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും അതുപോലെ ഞങ്ങളുടെ നാട്ടുകാരുടെയും എല്ലാ അഭിനന്ദനവും അറിയിക്കുകയാണ്. ഒരു നാടിനും നാട്ടുകാർക്കുമായി ഒരു ആയുസ്സ് മുഴുവനും സേവനം അനുഷ്ഠിച്ച ഉസ്മാൻ മാസ്റ്ററുടെ പേരിൽ ഈ ഒരു അവാർഡ് നടത്തുന്ന ഈ വേളയിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അടുത്തത് താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റ് ശ്രീ P. സുധാകരൻ ആശംസകൾ നേരുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലും സദസ്സുമുള്ള ബഹുമാനപ്പെട്ടവർ, ദീർഘമായി സംസാരിക്കുന്നില്ല. ഒരു മറുപടി പ്രസംഗം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ലൈബ്രറി ഇത്തരം ഒരു പരിപാടി, എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു അവാർഡ് ബാലസാഹിത്യത്തിന് ഏർപ്പെടുത്തുന്നത് ഈ ഗ്രാമീണ ഗ്രന്ഥാലയമാണ്. ഈ ബാലസാഹിത്യം വളരെ കുറച്ച് മാത്രം എഴുതപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനെ പരിപോഷിപ്പിക്കാൻ ഇത്തരം ഒരു ഉദ്യമത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ഗ്രാമീണ ഗ്രന്ഥാലയവും അതുപോലെ തന്നെ ഉസ്മാൻ മാസ്റ്റർ ഫൗണ്ടേഷൻ്റെയും ഏറെ സ്നേഹത്തോടുകൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാ ഭാവുകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. അടുത്തത് ഈ വർഷത്തെ 3ാമത് ഉസ്മാൻ മാസ്റ്റർ ബാലസാഹിത്യ പുരസ്കാര ജേതാവ് ശ്രീമതി ശ്രീകല മേനോനുള്ള അവസരമാണ്. സ്നേഹപൂർവ്വം മറുപടിയിലേക്കായി ശ്രീകല മേനോൻ അവരുടെ ക്ഷണിക്കുന്നു.
വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, പ്രിയപ്പെട്ടവരെ, സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷവും അതിനപ്പുറം ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. സന്തോഷം തീർച്ചയായിട്ടും ഒരു പുരസ്കാരം ലഭിക്കുക, നമ്മുടെ അക്ഷരങ്ങൾക്കൊരു അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അക്ഷര വഴിയിൽ ഒരു ഊർജമാണ്. പക്ഷേ അഭിമാനം എന്ന് ഞാൻ പറഞ്ഞത് അധ്യാപന ജീവിതവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒരു പ്രാർത്ഥന പോലെ കൊണ്ടു നടന്ന, കുട്ടികളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന, തികച്ചും മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തിയുടെ പേരിലാണ്, ഉസ്മാൻ മാസ്റ്ററുടെ പേരിലാണ് എനിക്ക് ഈ അവാർഡ് ലഭിച്ചു എന്നതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ഉസ്മാൻ മാസ്റ്ററെ കുറിച്ച് എനിക്ക് ഒന്നും അറിയണ്ടായിരുന്നില്ല. ഈ പുരസ്കാരത്തിന് വേണ്ടി ഞാൻ ഈ 3 പുസ്തകങ്ങൾ, എനിക്ക് തോന്നുന്നു ഈ പുരസ്കാരത്തിൻ്റെ അറിയിപ്പ് എനിക്ക് അയച്ചു തന്നത് ഹക്കയാദാണ് തോന്നുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹമാണ് വാട്സപ്പിൽ എനിക്ക് ഇത് അയച്ചു തന്നത്. അപ്പോൾ ആ സമയത്ത് ഓഫീസിൽ, ഞങ്ങൾ ARO ഓഫീസായിരുന്നു, ഇലക്ഷൻ്റെ സമയമായിരുന്നു, ഒരുപാട് തിരക്ക്. അവസാനം ഞാനത് മറന്നുപോയി. പിന്നെ എപ്പോഴും ഞാനത് എടുത്ത് നോക്കിയപ്പോൾ അവസാന തീയതിക്ക് 2 ദിവസമേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു, ഈശ്വരാധനി അയക്ക് നോക്കുമ്പോൾ ഇവിടെ അടുത്താണ് ഈ സ്ഥലം. അപ്പം ഞാൻ എന്തായാലും അതിനെടുത്ത് സ്പീഡ് പോസ്റ്റിൽ അയച്ചു, എന്തായാലും കിട്ടുമായിരിക്കും. പിന്നീട് സത്യം പറഞ്ഞാൽ ആ തിരക്കുകളിലൊക്കെ ഞാനതെല്ലാം മറന്നുപോയിരുന്നു. പിന്നീട് സിദ്ദിഖ് മാഷ് ഈ മാസം തുടക്കം എന്നെ വിളിച്ച് എനിക്കാണ് പുരസ്കാരം കിട്ടിയെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത് തന്നെ. പിന്നീട് സിദ്ദിഖ് മാഷും ഖാദർ മാഷും കൂടി എൻ്റെ ഓഫീസിൽ വന്ന് എന്നെ ക്ഷണിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിദ്ദിഖ് മാഷ് അപ്പോഴാണ് ഉസ്മാൻ മാസ്റ്റർ മകനാണെന്ന് പോലും ഞാൻ അറിഞ്ഞത്. അപ്പോൾ മാഷ് എനിക്ക് ഒരു പുസ്തകം തന്നിട്ട് പറഞ്ഞു, ഇത് ഉസ്മാൻ മാസ്റ്ററുടെ ഓർമ്മ പുസ്തകമാണ്, ഇതിനെക്കുറിച്ച് ഉസ്മാൻ മാസ്റ്ററെ കുറിച്ച് നിങ്ങൾ അറിയണം. ഒരു പുരസ്കാരം വാങ്ങുന്നതിന് മുമ്പ് ആരായിരുന്നു ഉസ്മാൻ മാസ്റ്റർ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നും. അപ്പോഴാണ് ഞാൻ 2 ദിവസം ഇരുന്ന് ആ പുസ്തകം വായിച്ചു. ഒരുപാട് പേര്, എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ സ്നേഹവും അറിവും സമ്പാദിക്കാൻ കഴിഞ്ഞ ഒരുപാട് പേര് അതിൽ അനുഭവങ്ങളും ഓർമ്മകളും, ഈ മുനീർ സാറും ആലങ്കോട് ലീലാകൃഷ്ണൻ സാറ്, കുഞ്ഞാമു സാറ്, അങ്ങനെ ഒരുപാട് പേര് അതിൽ തങ്ങളുടെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവെച്ചിട്ടുണ്ട്. അതെല്ലാം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഉസ്മാൻ മാസ്റ്ററെ മാതിരി ഒരു മനുഷ്യസ്നേഹി, അങ്ങനെ ഒരു വ്യക്തിത്വത്തിന് ഒരിക്കലും മരണമില്ല. അത് ഈ നാട്ടുകാരുടെ സ്നേഹനിർഭരമായ ഓർമ്മകളുടെ മേൽ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ചടങ്ങും അദ്ദേഹത്തിന് എല്ലാ വർഷവും 3 വർഷമായി നടത്തുന്ന ഈ അനുസ്മരണ സമ്മേളനവും, പിന്നെ അതേമാതിരി ഈ പുരസ്കാരം, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ പുരസ്കാരവും. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ചെറിയ കൃതി ഈ പുരസ്കാരത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ജൂറി അംഗങ്ങളോടും വായനശാല ഭാരവാഹികളോടും പ്രിയപ്പെട്ടവരോടും എല്ലാവരോടും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഹൂപ്പോനെ പറ്റി പറയുകയാണെങ്കിൽ, ഹൂപ്പോ ഒരു സാങ്കല്പിക പക്ഷിയല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു ഗൂഗിളിൽ മറ്റും സെർച്ച് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞുപോയൊരു മനോഹരമായ ചിത്രമാണ് ഹൂപ്പോ. ഇസ്രയേലിലെ ഒരു പക്ഷിയാണ്, ദേശാടന കിളിയാണ്, ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വരുന്ന ഒരു പക്ഷിയാണ്. പെട്ടെന്ന് കുട്ടികളെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു രൂപമാണ് അതിന്. അപ്പം ഞാൻ ഇതിലെ കഥാപാത്രമായ ദേവൂട്ടി, അത് ഞാൻ തന്നെയാണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നും. കാരണം ഒരുപാട് കഥകൾ കേട്ട് വളർന്ന ഒരു ബാല്യമാണ് എനിക്കുള്ളത്. പാലക്കാട് തറവാട്ടിൽ അമ്മമ്മയുടെ മടിയിരുന്ന് ഒരുപാട് കഥകൾ ഞാനും എൻ്റെ അനിയത്തി ഇവിടെ ഇരിക്കുന്നുണ്ട്, ലക്ഷ്മിയെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു കഥകൾ കേൾക്കാൻ കുട്ടികൾക്കോ കഥകൾ പറഞ്ഞു കൊടുക്കാൻ അമ്മമ്മമാർക്കോ സമയമില്ല. അപ്പം അങ്ങനെ ഒരു ഫ്ലാറ്റിൽ ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു കുട്ടിയാണ് ദേവൂട്ടി. അച്ഛനും അമ്മയൊക്കെ ഡോക്ടർമാരാണ്, ഏട്ടൻ പഠിക്കുന്നു. ഒരുപാട് തിരക്കുകളിൽ ആ കുട്ടിക്ക് സംസാരിക്കാനോ ആ കുട്ടിയുടെ വിഷമങ്ങളോ ആ കുട്ടിയുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളോ പറയാൻ ആരുമില്ല. അപ്പോൾ ഈ കുട്ടി സംസാരിക്കുന്നത് മുഴുവൻ പൂക്കളോടും മരങ്ങളോടും മഴയോടും പക്ഷികളോടുമാണ്. അപ്പോൾ അതൊക്കെ ഒരു മാനസിക വൈകല്യമായിട്ടാണ് മറ്റുള്ളവർക്ക് തോന്നുന്നത്. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ ഒരു പുസ്തകം, ഞാനൊരു കോവിഡ് കാലത്താണ് ഈ പുസ്തകം എഴുതിയത്, കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ എനിക്ക് തോന്നി, ഇങ്ങനെ ഒരു കുട്ടി, ആ കുട്ടി എന്നും ആഗ്രഹിക്കുന്നത് തറവാട്ടിൽ പോയി ആ കുട്ടിയുടെ അമ്മമ്മയുടെ മടിയിൽ കിടന്ന് കഥകൾ കേൾക്കാനാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളും വിഷമങ്ങളും എല്ലാം പറയാൻ ചുറ്റും മനുഷ്യരില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പക്ഷി. അപ്പോൾ പെട്ടെന്ന് എനിക്ക്
ഒരു പക്ഷി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഈ ഹൂപ്പോൻ്റെ രൂപമാണ് മനസ്സിൽ വന്നത്. എന്തായാലും ആ പുസ്തകത്തെ പറ്റിയും അതിനെപ്പറ്റിയും ഇവിടെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി. കാരണം ഈ നേരത്തെ സാറ് പറഞ്ഞ മാതിരി ബാലസാഹിത്യം അത്ര എളുപ്പമുള്ള ഒരു പണിയല്ല. കാരണം ഞാൻ ഒരുപാട് ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്, 2 ചെറുകഥാ സമാഹാരവും ഇറക്കിയിട്ടുണ്ട്. ആദ്യത്തെ ചുവടുവയ്പ്പാണ് ഈ ഹൂപ്പോ എന്ന ബാലസാഹിത്യം. പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയത് ബാലസാഹിത്യം എഴുതാനാണ്. കാരണം നമ്മൾ തന്നെ ഒരു കുട്ടിയായി മാറണം, നമ്മളൊരു കുട്ടിയുടെ മാനസികാവസ്ഥയിലേക്ക് എത്തണം, കുട്ടിയുടെ സംഭാഷണങ്ങളൊക്കെ നമ്മൾ തന്നെ ഒരു ചെറിയൊരു കുട്ടിയായി മാറേണ്ടതുണ്ട്. ബാലസാഹിത്യത്തിന് എനിക്ക് തോന്നുന്നു അത്ര നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. കാരണം ഈ ഹൂപ്പോ തന്നെ വായിച്ചിട്ട് ഒരുപാട് പേര് പറഞ്ഞത് അത് കുട്ടികൾ വായിക്കേണ്ട പുസ്തകമല്ല, അതിനേക്കാളും വലിയവർ വായിക്കേണ്ട പുസ്തകമാണെന്ന് എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കഥയോ ഒരു നോവലോ എഴുതുന്നതിനേക്കാൾ വലിയ മെസ്സേജ്, സീരിയസ് ആയിട്ടുള്ള മെസ്സേജ് നമുക്ക് ബാലസാഹിത്യത്തിലൂടെ കൂടെ കൊടുക്കാൻ പറ്റും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എനിക്ക് ഈ അവാർഡ് ലഭിക്കാൻ ഇടയാക്കിയതിനും എൻ്റെ കൃതി പുരസ്കാരത്തിന് തിരഞ്ഞെടുത്ത ഈ വായനശാല ഭാരവാഹികൾ, ജൂറി അംഗങ്ങൾ, നിങ്ങൾ തന്ന ഈ സ്നേഹത്തിനും അംഗീകാരത്തിനും ഒരുപാട് നന്ദിയും സ്നേഹം അറിയിക്കുന്നു. നന്ദി. എളേറ്റിൽ ഗ്രാമീണ ഗ്രന്ഥാലയവും ഉസ്മാൻ മാസ്റ്റർ ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച 3ാമത് ഉസ്മാൻ മാസ്റ്റർ അനുസ്മരണവും ബാലസാഹിത്യ പുരസ്കാര ചടങ്ങും സമാപിക്കുകയാണ്. ഈ ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഗ്രാമീണ ഗ്രന്ഥാലയം എക്സിക്യൂട്ടീവ് അംഗം ശ്രീമതി റജിന കുറുക്കാമ്പുയിൽ സംസാരിക്കുന്നു. ക്ഷണിക്കുന്നു. ആദരണീയനായ യോഗാധ്യക്ഷൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്നിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ചുമതല ഈ ഒരു ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യമേ ഈ ഒരു ചടങ്ങിലെ ഇത്രയും മനോഹരമായ സദസ്സിന് മുന്നിൽ വന്നു നിന്ന് 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞത് തന്നെ വളരെയേറെ സന്തോഷവും അഭിമാനവും തോന്നുന്നു. അപ്പം ഞാൻ വൈകിയ വേളയിൽ കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ നമ്മുടെ MLA ഡോക്ടർ MK മുനീർ സാഹിബിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ ഈ ചടങ്ങിന് അധ്യക്ഷം വഹിച്ച ഈ ഒരു ചടങ്ങിൻ്റെ അധ്യക്ഷനായും കൂടാതെ ഈ ഒരു അവാർഡ് നിർണയ കമ്മിറ്റിയുടെ അംഗവുമായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള കാനേഷ് പുനൂർ അവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തി നമ്മോട് സംസാരിച്ച് പ്രിയപ്പെട്ട സാജിദത്ത് അവർകൾ, കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇവിടെ ജനപ്രതിനിധികളായി ഇവിടെ എത്തിയിട്ടുള്ള മുഹമ്മദ് അലിക്ക, റസീന പൂക്കോട്ടൂർ 2 പേർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതിലേറെ നമ്മുടെ ഇന്നത്തെ ചടങ്ങിലെ താരം ആരെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ട ശ്രീകല മേനോൻ അവർകളാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന ആൾക്കാർ ഇവിടെ നിന്ന് ബാലസാഹിത്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനും സംസാരിക്കാനും അത് കേൾക്കാനും ഹൂപ്പോ എന്ന കൃതിയെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ കാരണക്കാരിയായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീകല മേനോനെ ഈ ഒരു നാടിന് വേണ്ടിയും ഉസ്മാൻ മാസ്റ്റർ ഫൗണ്ടേഷന് വേണ്ടിയും കൂടാതെ ഗ്രാമീണ ഗ്രന്ഥാലയത്തിന് വേണ്ടിയും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാമു അവർകൾ, അദ്ദേഹം പറഞ്ഞു ഞാൻ ആ ജൂറിയായിട്ട് ഇരുന്നാൽ മതി, ഈ ചടങ്ങിൽ വേണ്ട. പക്ഷേ എനിക്ക് ഇദ്ദേഹത്തോട് ഉസ്മാൻ മാസ്റ്ററോടുള്ള കടപ്പാടിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ എത്തിയിരിക്കും, ഞാൻ അതിന് ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന കുഞ്ഞാമു അവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ അതിലേറെ എന്നോട് നേരത്തെ പറയാൻ വിട്ടുപോയ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തിയ ചന്ദ്രശേഖരൻ തിക്കോടി അവർക്ക്, അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഭാഷണം ഇവിടെയൊക്കെ കുറേ ആൾക്കാരെ ആ ഒരു കുറഞ്ഞ നിമിഷം അദ്ദേഹത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയും അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളുടെ ശ്രദ്ധ കൊണ്ടുപോകാനും ചരിത്രങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിനൊക്കെ പിന്നിൽ ഈ അവാർഡ് ദാന ചടങ്ങിൽ ഏറ്റവും തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഫൈസൽ എളൈറ്റിൽ അവർകൾ, കൂടാതെ സിദ്ദിഖ് മാഷ്, ഇവരൊക്കെ കുറേ ഇതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ
ഉസ്മ മാസ്റ്ററുടെ ഫാമിലി അവരൊന്നടങ്കം ഈ ഒരു അവാർഡ് ദാനത്തിനും ബാക്കി ഒരു മഹനീയ ചടങ്ങിനും പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വങ്ങളാണ്. അവർക്കെല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇവിടെ സദസ്സിൽ നമ്മുടെ പ്രിയപ്പെട്ട സുധാകരേട്ടനുണ്ട്. അദ്ദേഹത്തിനെയും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതൊക്കെ പുറമെ ഇവിടെ വന്ന് ഈ ചടങ്ങ് മഹനീയമാക്കിയ ഇവിടെ ഇരിക്കുന്ന വട്ടോളിയിലെ മുഴുവൻ പ്രദേശവാസികൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിന് സൗണ്ട് സിസ്റ്റം ഇവിടെ നൂറ് എലൈറ്റിലുണ്ട്, നമ്മളുടെ പ്രോഗ്രാം ലൈവ് ചെയ്യുന്ന ആളുണ്ട്. എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ എൻ്റെ വാക്കുകളിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവർക്കും അത് കൂടാതെ ഇവിടെ എടുത്തു പറയേണ്ട ഒരാളായിരുന്നു എന്നോട് വിട്ടുപോയി. ലൈബ്രറിയുടെ നമ്മളുടെ പ്രിയപ്പെട്ട BC ഖാദർ മാഷ്, അദ്ദേഹത്തെ എന്നോട് വിട്ടുപോയതാണ്. സ്വാഗത ഭാഷണം നടത്തിയിട്ടുണ്ട്. ഖാദർ മാഷ് ഈ ഒരു ലൈബ്രറിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ നയിക്കാനും എല്ലാവരെയും വായനയുടെ വാതായനങ്ങൾ തുറന്നങ്ങോട്ട് എത്തിക്കാനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ നേരത്തെ കാലത്തെ ലൈബ്രറിയുടെ പ്രവർത്തകനായിട്ടുള്ള മരക്കാർക്ക് എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒത്തിരി പേരുണ്ട്. എല്ലാവരെയും അതേപോലെ ലൈബ്രറിയൻ ഉൾപ്പെടെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു. താങ്ക് യു.